വിശ്വാസ്യത എന്നത് വെറുമൊരു വാക്കല്ല. രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന യുവാക്കൾ അവരുടെ ഭാവിക്ക് വേണ്ടി ഒഴുക്കിയ വിയർപ്പിന് വിലയിട്ട് വിൽപ്പനയ്ക്ക് വെച്ചത് ആരാണ്? നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ഡാർക്ക് നെറ്റിൽ വിൽപ്പനയ്ക്കിട്ടത് 6 ലക്ഷം രൂപയ്ക്കാണെന്ന് CBI. പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേടിനെതിരെ രാജ്യ തലസ്ഥാനത്തുൾപ്പെടെ ശക്തമായ പ്രതിഷേധം. നീറ്റും നെറ്റും തൂക്കിവിറ്റോ? വിദ്യാഭ്യാസത്തെ വിൽപ്പനയ്ക്ക് വെച്ചത് ആരാണ്? NTA വിശ്വാസ്യത നഷ്ടമായോ? വിദ്യാർത്ഥികളോട് മറുപടി പറയേണ്ടത് ആരാണ്? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം എന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. കോൺഗ്രസിൽ നിന്ന് ശ്രീ ജ്യോതികുമാർ ചമക്കാല, CPM-ൽ നിന്ന് ശ്രീ V വസീഫ്, വിദ്യാഭ്യാസ പ്രവർത്തകൻ എഴുത്തുകാരൻ ശ്രീ ലിജീഷ് കുമാർ, BJP-യിൽ നിന്ന് ശ്രീ യുവരാജ് ഗോകുൽ. ചർച്ചയുടെ വേളയ്ക്ക് ശേഷം സ്വാഗതം ചർച്ചയിലേക്ക്. ജൂൺ 4-ന് ഈ നീറ്റ് UG പരീക്ഷയുടെ ഫലം എത്തിയതിന് പിന്നാലെ തുടങ്ങിയ വിവാദങ്ങളാണ്. ആദ്യം ചില ആരോപണങ്ങൾ, പിന്നീട് അതിനുവേണ്ടി പുറത്തു വന്ന തെളിവുകൾ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി തന്നെ ക്രമക്കേടുകൾ സംഭവിച്ചു എന്ന് പറഞ്ഞ് സ്ഥിരീകരണം നൽകുന്ന ഒരു സാഹചര്യം. പിന്നാലെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ CBI വെളിപ്പെടുത്തിയിരിക്കുന്നത് പോലെ ഡാർക്ക് നെറ്റിൽ ചോദ്യപേപ്പർ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ. ചോദ്യപേപ്പർ മുൻകൂറായി കിട്ടിയെന്ന് അറസ്റ്റിലായ വിദ്യാർത്ഥികളുടെ ഏറ്റുപറച്ചിൽ, അതുമായി ബന്ധപ്പെട്ട് BJP ഉയർത്തുന്ന രാഷ്ട്രീയമായ പ്രതിരോധം, ഇങ്ങനെ പലതും മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ രാഷ്ട്രീയ വിവാദങ്ങൾക്കൊക്കെ അപ്പുറത്ത് ഒരു സമൂഹം, ഒരു രാജ്യത്തെ യുവത, വിദ്യാർത്ഥികൾ, അവരൊരു രാജ്യത്തെ സംവിധാനങ്ങളിൽ, ദേശീയ പരീക്ഷാ ഏജൻസി പോലെയുള്ളൊരു സംവിധാനത്തിൽ വെച്ചിരിക്കുന്ന പ്രതീക്ഷ, വിശ്വാസ്യത, ഇതൊക്കെ അട്ടിമറിക്കപ്പെടുന്ന കാലത്ത് ഈ ലാഭമുണ്ടാക്കാൻ ആരൊക്കെ ആർക്കൊക്കെ കൂട്ടുനിന്നു എന്നൊരു ചോദ്യമാണ് പ്രാഥമികമായി ഈ സമൂഹം അഡ്രസ്സ് ചെയ്യേണ്ടത് എന്ന് കരുതുന്നു. ശ്രീ യുവരാജ് ഗോകുൽ, ഇത്രയും വലിയ അട്ടിമറി ഈ രാജ്യത്ത് ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണെന്നാണ് കേന്ദ്ര സർക്കാർ ധരിക്കുന്നത്? അത് ഒന്നാമത്തെ കാര്യം, ഈ വിഷയത്തിൽ ന്യായീകരണങ്ങളോ വിശദീകരണങ്ങളോ ക്യാപ്സൂളുകളോ ഒന്നും തന്നെ അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. 24 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ ഒരു പരീക്ഷയാണ് നീറ്റ്. ആ നീറ്റിന് വേണ്ടിയിട്ടുള്ള അവരെടുക്കുന്ന സ്ട്രഗിള്, അവരുടെ പ്രിപ്പറേഷൻസ്, അവരുടെ രാപ്പകലുകൾ, അവരുടെ ഭക്ഷണം പോലും കഴിക്കാണ്ട് സമയത്ത് അവരിത്രയും കഷ്ടപ്പെട്ട് തന്നെയാണ് ആ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അത്രയധികം വാട്ടർ ടൈറ്റായിട്ട് വേണം ആ പരീക്ഷ നടത്തേണ്ടത്. ആ പരീക്ഷ നടത്തിപ്പിൽ പാളിച്ചകൾ വന്നിട്ടുണ്ട്. അത് ലളിതമാണോ ഗുരുതരമാണോ എന്നൊന്നുമില്ല. എത്ര ചെറുതായിരുന്നാലും ശരി തന്നെയാണ്, അതൊക്കെ ഗുരുതരമായ പാളിച്ചയായിട്ട് തന്നെയാണ് കാണുന്നത്. ഇതിൻ്റെ അകത്ത് ആർക്കെങ്കിലും ഒപ്പം നിൽക്കണം എന്നുണ്ടെങ്കിൽ അത് ആ വിദ്യാർത്ഥികൾക്കൊപ്പം, അവരുടെ മാതാപിതാക്കൾക്കൊപ്പം മാത്രമാണ്. സംഭവിച്ചു പോയ തെറ്റിന് അവരോടെല്ലാവരോടും മാപ്പ് ചോദിക്കുക എന്നുള്ളത് മാത്രമേ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. NDAക്കകത്ത് ഗുരുതരമായ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്, NDAക്കകത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും പറഞ്ഞിരിക്കുന്നത്. NDAക്കകത്ത് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ശരി, അപ്പോൾ 24 ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, വീഴ്ചകൾ സംഭവിച്ചുവെന്ന് കേന്ദ്രമന്ത്രി തന്നെ തുറന്നു പറയുന്നു. ഇന്ന് നടന്ന പ്രക്ഷോഭങ്ങളിലെല്ലാം ഉയർന്ന ഒരൊറ്റ മുദ്രാവാക്യം എന്താണ് ശ്രീ യുവരാജ് ഗോകുൽ? അത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയാണ്. യഥാർത്ഥത്തിൽ NTA നടത്തിയ പരീക്ഷ NDA ആണ് അഭിമുഖീകരിച്ചത്, അല്ലെ? ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അഭിമുഖീകരിക്കുന്ന ആദ്യത്തെ പരീക്ഷ അല്ലെങ്കിൽ പരീക്ഷണം ഇതാണ്. കേന്ദ്ര സർക്കാരിന് ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് NTA മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് മാറി നിൽക്കാൻ കഴിയുമോ? അല്ല, ഇതിനകത്ത് NTA എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുമ്പോൾ തന്നെ തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരവാദിത്വം പാർഷ്യലായിട്ടായാലും ശരി തന്നെയാണ്, പൂർണ്ണമായിട്ടായിരുന്നാലും ശരി തന്നെയാണ്. ആർക്കും അതൊന്നും ഒഴിഞ്ഞു മാറാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിനകത്തൊരു രാജി എന്നുള്ളത് പൊളിറ്റിക്കലായിട്ടുള്ളൊരു ആവശ്യം തന്നെയാണ്. ആ രാജി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ആവശ്യം ഒരു ഭാഗത്ത് നിൽക്കട്ടെ. പൊളിറ്റിക്കലാണോ, ധാർമ്മികമല്ലേ? അല്ല, ഞാൻ പറയട്ടെ, കംപ്ലീറ്റ് ചെയ്യട്ടെ മധു. അതിനകത്ത് ഒരു വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് തീർച്ചയായിട്ടും ധാർമ്മികമായും രാഷ്ട്രീയമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങളൊക്കെ ഉണ്ടാകും. അതിനകത്ത് ആദ്യത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ആ വിദ്യാർത്ഥികൾക്ക് നീതി നടപ്പിലാക്കുക, അവിടെ ഈ പറയുന്ന പാളിച്ചകൾ എവിടെ ഉണ്ടായെന്നുള്ള കാര്യം കണ്ടെത്തുക, ആ പാളിച്ചകൾ വരുത്തിയ ആൾക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്, അന്വേഷണം മുമ്പോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ട് തന്നെ ആരൊക്കെയാണോ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് അവർക്കെതിരായ തീർച്ചയായിട്ടും നടപടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയം ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രസ്റ്റീജിയസ് വിഷയമാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നതാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു ആരോപണം നമുക്ക് നേരെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക എന്ന് പറയുന്നത് ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു വിഷയമാണ്. ഇത്തവണ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ സംഭവത്തിന് ഒരു തരത്തിലുള്ള ടോളറൻസും അതിനോട് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ആ വിഷയത്തിനകത്ത് പറയാനുള്ളത്. സ്കിപ്പ് ചെയ്തു പോയത്, ഞാൻ അടുത്ത ഇടത്തിൽ അങ്ങിലേക്ക് വരാം. ശ്രീ ജ്യോതികുമാർ ചമക്കാല, അങ്ങനെ ധർമ്മേന്ദ്ര പ്രധാൻ മാത്രം ഉറപ്പാക്കാൻ കഴിയുന്ന ഒന്നാണോ വിദ്യാർത്ഥികൾക്കുള്ള നീതി? അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം എന്നുള്ളത് എല്ലാ ചർച്ചകൾക്കും എല്ലാ അന്വേഷണങ്ങൾക്കും ശേഷം മാത്രം, കാലാകാലങ്ങളിൽ എപ്പോഴെങ്കിലും സാധ്യമാകേണ്ട ഒന്ന് മാത്രമാണോ? അതൊരു രാഷ്ട്രീയ ആവശ്യമാണോ? അതിൽ ധാർമ്മികതയല്ലേ കൂടുതൽ? രാഷ്ട്രീയമായും ധാർമ്മികമായും ധർമ്മേന്ദ്ര പ്രധാന് ആ സ്ഥാനത്ത് തുടരാൻ അവകാശമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ നോക്കൂ, നമ്മളെ സംബന്ധിച്ച്
കഴിഞ്ഞ കുറേ നാളുകളായി ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വളരെ ആത്മാർത്ഥമായി പറയുന്നു, ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രകടന പത്രികയിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഉൾപ്പെടെയുള്ളവരുടെ പരീക്ഷാ രീതികളെ സംബന്ധിച്ച് അതിന് സുതാര്യത ഉറപ്പുവരുത്തുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. ശ്രീ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഉറപ്പ് നൽകിയത് ബീഹാറിൽ ഉൾപ്പെടെ കടന്നുപോയപ്പോൾ വിദ്യാർത്ഥികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും ലഭിച്ചിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ്, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു പ്രവേശന പരീക്ഷകളുടെ സുതാര്യതയെക്കുറിച്ച് വരെ ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞെങ്കിൽ അത് എത്രത്തോളം ഗൗരവമുള്ളതാണെന്നും ശ്രീ രാഹുൽ ഗാന്ധി സാധാരണക്കാരുമായി എത്രത്തോളം ഇടപഴകിയെന്നതിൻ്റെയും ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ വ്യാപം കുംഭകോണം പോലെ ഇത്തരത്തിലൊരു തട്ടിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. നോക്കൂ, ഇവിടെ നമ്മളെ സംബന്ധിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അത് നമ്മൾ പരിശോധിക്കുമ്പോൾ എന്തെല്ലാം ടെസ്റ്റുകൾ നടത്തുന്നത്, എഞ്ചിനീയറിങ്ങിനെ സംബന്ധിച്ചുള്ള JEE എക്സാം നടത്തുന്നവരാണ്, നീറ്റ് എക്സാം നടത്തുന്നവരാണ്, നെറ്റിൻ്റെ എക്സാം നടത്തുന്നവരാണ് അവരാണ്, തുടങ്ങി നിരവധി എൻട്രൻസ് ടെസ്റ്റുകൾ നടത്തുന്നത് അവരാണ്. അപ്പോൾ നമുക്ക് കേരളത്തെയൊക്കെ സംബന്ധിച്ച് വളരെ നേരത്തെ തന്നെ എൻട്രൻസിൻ്റെ രീതിയിലേക്ക് ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ കോഴ്സുകളുടെ അഡ്മിഷൻ രീതി നേരത്തെ തന്നെ മാറ്റിയിരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഏറ്റവും അവസാനം 2013 മുതൽ നീറ്റ് എക്സാം നടത്തുവാൻ തീരുമാനിക്കുകയും എന്നാൽ കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് 2013, 14, 15 വർഷങ്ങളിൽ ആ പരീക്ഷകൾ നടത്താതിരിക്കുകയും 2016 മുതൽ നിർബന്ധമായും നീറ്റ് അടിസ്ഥാനത്തിൽ മാത്രമേ അഡ്മിഷൻ നടത്താവൂ എന്ന് കോടതി പറയുകയും ചെയ്തു. സുപ്രീം കോടതി ഉൾപ്പെടെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ ഒരു റൂട്ടിലൂടെ മാത്രമേ ഇത്തരത്തിൽ നീറ്റ് എക്സാമിലൂടെ പരീക്ഷ കടമ്പ കടന്ന് നമുക്ക് മെഡിസിൻ സ്ട്രീമിലുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. നമ്മളൊന്ന് കുട്ടികളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. 24 ലക്ഷം കുട്ടികൾ ഒരു വർഷം ഇന്ത്യയിൽ പരീക്ഷ എഴുതുമ്പോൾ ആ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ 12 വർഷത്തെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ 14 വർഷത്തെ വിദ്യാഭ്യാസം, LKG UKG ഉൾപ്പെടെയാണെങ്കിൽ 14 വർഷത്തെ വിദ്യാഭ്യാസം കഴിഞ്ഞ് അവർ വളരെ പ്രതീക്ഷയോടുകൂടി ആ പരീക്ഷ എഴുതാൻ വേണ്ടി അവർ നടത്തുന്ന തയ്യാറെടുപ്പുകൾ, ആ പരീക്ഷയുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടാകുന്ന ഒരു ആങ്സൈറ്റി, അതുമായി ബന്ധപ്പെട്ട അവരുടെ മാനസിക സംഘർഷം ഒക്കെ നമുക്കറിയാവുന്നതാണ്. നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ ഒക്കെ മക്കൾ, നമുക്കെല്ലാവർക്കും ഇത്തരത്തിൽ നീറ്റ് എക്സാം എഴുതിയിട്ടുള്ള ഒരാളെങ്കിലും നമുക്ക് നേരിട്ടറിയാവുന്നവരുണ്ടാകും. അവരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് നമുക്കറിയാം. പല കുട്ടികളെ സംബന്ധിച്ചും നീറ്റ് എക്സാമിന് വേണ്ടി റിപ്പീറ്റ് ചെയ്യുന്നവരുണ്ട്, ഒരു അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് വീണ്ടും റിപ്പീറ്റിന് പോകുന്നവരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഈ പരീക്ഷയെ സംബന്ധിച്ച്, ഇതിൻ്റെ സുതാര്യതയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇത് ഒരിക്കലും ആരും ടോർപ്പിഡോ ചെയ്യുമെന്ന് ആരും കരുതിക്കൊണ്ടല്ല ഈ പരീക്ഷ. നമ്മൾ ആ പരീക്ഷയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് കുട്ടികൾ പോകുന്നത്. എന്നാൽ ആ കുട്ടികളുടെ വിശ്വാസ്യതയെ തകിടം മറിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് നീറ്റ് മാത്രമല്ല, നെറ്റ് എക്സാമിനെ കുറിച്ച് നമുക്ക് അടുത്ത ടൗണിൽ ചർച്ച ചെയ്യുന്നതാവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, ഇപ്പോൾ പറയണമെങ്കിൽ ഞാനത് പറയാം. അപ്പോൾ നെറ്റിനെ സംബന്ധിച്ച്, നെറ്റ് നമുക്കറിയാം, CSIRൻ്റെ നെറ്റുണ്ട്, സയൻസ് സബ്ജക്റ്റുകൾക്ക്, ആർട്സ് സബ്ജക്റ്റുകൾക്ക് UGCയുടെ നെറ്റുണ്ട്. ഇതിൻ്റെയും എൻട്രൻസ് നടത്തുന്നവർ തന്നെയാണ്. നെറ്റ് പരീക്ഷ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, നേരത്തെ ഉള്ളതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് PhD ഇല്ലാത്തവർക്ക് പോലും നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കത് നടക്കും. നെറ്റ് നല്ല റാങ്കിൽ പാസ്സായവർക്ക് പിന്നെ JRF ഉൾപ്പെടെയുള്ള സ്കോളർഷിപ്പുകൾ ലഭിക്കും. ഇപ്പോൾ മാത്രമല്ല, പുതിയ നിയമം വന്നിട്ടുണ്ട്. എൻട്രൻസ് PhDക്ക് എൻട്രൻസ് പരീക്ഷകളെല്ലാം ഒഴിവാക്കി ഇത്തരത്തിൽ നെറ്റ് പാസ്സായാൽ മാത്രമേ, അല്ലെങ്കിൽ ഒരു കട്ട് ഓഫ് മാർക്ക് വെച്ചതിന് ശേഷം അത് പാസ്സാകുന്നവർക്ക് മാത്രമേ സ്വാഭാവികമായിട്ടും PhDക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നുള്ള അവസ്ഥയും നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ ഇരിക്കെ ഈ നെറ്റിൻ്റെ പരീക്ഷാ പേപ്പറുകൾ ഈ ഡാർക്ക് നെറ്റിലും അതുപോലെ തന്നെ ടെലിഗ്രാമിലും ഒക്കെ കൂടി 6 ലക്ഷം രൂപ വീതം വാങ്ങിക്കൊണ്ട് കൊടുത്തു എന്നാണ് മറ്റൊരു ആരോപണം. അപ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന പരീക്ഷകൾ, ഇന്ത്യയിലെ മത്സര പരീക്ഷകൾ മുഴുവൻ അട്ടിമറിക്കപ്പെടുന്നു, ടോർപ്പിഡോ ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. യുവജനങ്ങളെ പറ്റിക്കുന്നു. യഥാർത്ഥത്തിൽ റാങ്ക് ലിസ്റ്റിലൂടെ കടന്നു വരേണ്ട വിദ്യാർത്ഥികൾ പുറത്താകുന്നു, അയോഗ്യരായിട്ടുള്ളവർ കടന്നു വരുന്നു. ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എത്രയെങ്കിലും പരീക്ഷകളാണ് ഇത്തരത്തിൽ ടോർപ്പിഡോ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 24 ലക്ഷം പേർ പരീക്ഷ എഴുതി. 1,88,398 സീറ്റാണ് ഇന്ത്യയിൽ ആകെപ്പാടെയുള്ളത്. ആ സീറ്റിലേക്കാണ് 24 ലക്ഷം പേരും മത്സര ബുദ്ധിയോടുകൂടി പരീക്ഷ എഴുതിയിട്ടുള്ളത്. അതിനകത്താണ് ചരിത്രത്തിലാദ്യമായി 720 മാർക്ക് ലഭിക്കേണ്ടത്. അതായത് 180 മാർക്കിന് 180 ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റ്യനും 4 മാർക്ക് വീതം വെച്ച് 720 മാർക്കാണ് ലഭിക്കേണ്ടത്. ആകെ ലഭിക്കാവുന്ന പരമാവധി മാർക്ക്. ആ 720 മാർക്ക് ലഭിക്കുമ്പോൾ ഇപ്രാവശ്യത്തെ കട്ട് ഓഫ് മാർക്കായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് 660 മാർക്ക് എന്നാണ്. 660 മാർക്കിന് മുകളിൽ കിട്ടിയവരെ മാത്രമേ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ 720 മാർക്ക് ലഭിക്കുമ്പോൾ ഇവിടെ ചരിത്രപരമായ വിഡ്ഢിത്തരം എന്ന് പറയുന്നത് 718 കിട്ടിയവരുണ്ട്, 719 കിട്ടിയവരുണ്ട്. ഒരു കാരണവശാലും അങ്ങനെ ഒരു കോംബോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ടാവുകയില്ല. നമുക്കറിയാം 180 ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് പറഞ്ഞാൽ 179 ക്വസ്റ്റ്യനും ശരിയായി ഉത്തരം എഴുതിയാൽ അവർക്ക് ലഭിക്കുന്ന മാർക്ക് 716 അവസാനത്തെ ഒരു ഉത്തരം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം നഷ്ടപ്പെട്ടു പോയാൽ ആ ചോദ്യത്തിന് അറിയാത്തതിൻ്റെ പേരിലാണെങ്കിൽ ഉപേക്ഷിച്ചാൽ ആ 716 നിൽക്കും. അതുകൂടി ശരിയാക്കിയാൽ 720 കിട്ടും. ഇനി ആ ഉത്തരം തെറ്റായിട്ട് എഴുതിയാൽ 715 കിട്ടും. പക്ഷേ 718, 719 ഒക്കെയുള്ള മാർക്കുകൾ ഒരു കാരണവശാലും അങ്ങനെ ലഭിക്കുകയില്ല. മാത്രമല്ല, ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറയുന്നത് ഗ്രേസ് മാർക്ക് കൊടുത്തു, പരീക്ഷയ്ക്ക് കൃത്യമായ സമയം കിട്ടാത്തതിൻ്റെ പേരിൽ ഗ്രേസ് മാർക്ക് കൊടുത്തു എന്നാണ്.
ഏത് നിയമത്തിൻ്റെ പിൻബലത്തിലാണ് ഗ്രേസ് മാർക്ക് കൊടുത്തിട്ടുള്ളത്? ഗ്രേസ് മാർക്ക് കൊടുക്കാൻ എവിടെയാണ് തീരുമാനമെടുത്തിട്ടുള്ളത്? നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഏതെങ്കിലും ഘട്ടത്തിൽ ഇത്തരത്തിൽ ഗ്രേസ് മാർക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകിയിരുന്നോ, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഈ വിവാദമായി കേസായി FIR ആയതിനു ശേഷമാണ് പറയുന്നത് 1563 പേർക്ക് ഗ്രേസ് മാർക്ക് കൊടുത്തു എന്ന്. ഇപ്പോൾ കോടതി ഇടപെട്ടിരിക്കുന്നു. കോടതി പറഞ്ഞിരിക്കുന്നത് പരീക്ഷ നടത്താൻ പറഞ്ഞിരിക്കുന്നു. 30-ാം തീയതി റാങ്ക് ലിസ്റ്റ്, 23-ാം തീയതി പരീക്ഷയും 30-ാം തീയതി റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കുമെന്ന് പറയുന്നുണ്ട്. അടുത്ത മാസം കോടതി വീണ്ടും കേസ് പരിഗണിക്കുകയാണ്. 8-ാം തീയതിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഈ പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് കൊടുക്കാൻ നിയമം അനുശാസിക്കുന്നില്ല. എവിടെ ആര് തീരുമാനിച്ചിട്ട് കൊടുക്കുന്നു എന്നതിനെക്കുറിച്ച് പറയുന്നത്. അങ്ങനെ തുടങ്ങി ഇതിൽ തുടക്കം മുതൽ അവസാനം വരെ ഒരേ സെൻറ്ററിലുള്ളവർക്ക് നമുക്ക് ഒരു കാര്യം കൂടി പറയട്ടെ. 720 മാർക്ക് ഫുൾ മാർക്ക് കിട്ടുക ചരിത്രത്തിൽ വളരെ അപൂർവമായിട്ടാണ്. കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുള്ളത് വെറും 2 പേർക്കാണ്. അതിന് മുമ്പിലത്തെ വർഷം കിട്ടിയിട്ടുള്ളത് ആർക്കും കിട്ടിയിട്ടില്ല. അതിന് മുമ്പിലത്തെ വർഷം 21-ൽ കിട്ടിയിട്ടുള്ളത് വെറും 3 പേർക്കാണ്. പക്ഷേ ഈ പ്രാവശ്യം 67 പേർക്ക് കിട്ടിയിരിക്കുന്നു. ഒരേ സെൻറ്ററിൽ പഠിച്ചിരുന്ന ആളുകൾക്ക്, ഒരേ സെൻറ്ററിൽ പഠിച്ചിരുന്ന ആളുകൾ 7 പേർക്ക് ഇതുപോലെ തന്നെ എന്താ പറയുന്നത് ഫുൾ മാർക്ക് കിട്ടിയിരിക്കുന്നു. മാത്രമല്ല ഹരിയാനയിൽ വന്ന് പരീക്ഷ എഴുതിക്കുന്ന കുട്ടികൾ ഡൽഹിയിലുള്ളവരും രാജസ്ഥാനിലുള്ളവരും ഉൾപ്പെടെ ഹരിയാനയിൽ വന്ന് പരീക്ഷ എഴുതി ഒരേ സെൻറ്ററിൽ നിന്ന് തുടർച്ചയായിട്ടുള്ള സീരിയൽ നമ്പറുകളിൽ അഥവാ രജിസ്റ്റർ നമ്പറുകളിൽ പരീക്ഷ എഴുതിയിട്ടുള്ളവർക്ക് 720 ഫുൾ മാർക്ക് കിട്ടിയിരിക്കുന്നു. ഇതൊക്കെ അപ്രായോഗികമാണ്, അപ്രതീക്ഷിതമാണ്, ഇതൊക്കെ അട്ടിമറിക്കപ്പെട്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഭാവിയെ തകർക്കുന്ന രീതിയിലേക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം രാഷ്ട്രീയമായും ധാർമ്മികമായുമായിട്ടുള്ള ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനുണ്ട്. ആ സർക്കാർ ഇത് ഏറ്റെടുത്തേ മതിയാവൂ. അതിന്റെ ഭാഗമായിട്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതാണ്. ശരി, ശ്രീ വി വസീഫ്, ഈ കേന്ദ്രമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം അങ്ങനെ തന്നെ ഉയർത്തുന്നുണ്ട്. പക്ഷേ അദ്ദേഹം രാജിവെക്കാതെ അന്വേഷണത്തെ നേരിട്ട് അതിന് ഒടുവിൽ എന്താണ് തീരുമാനം അതിനെ വളരെ കർക്കശമായി നോക്കിക്കണ്ട് നടപടിയെടുക്കാം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്. ഇത് വിദ്യാർത്ഥികളോടുള്ള, അതായത് ഏറ്റവും വലിയ അട്ടിമറിയാണ് സംഭവിച്ചിരിക്കുന്നത്. അത് പകൽ പോലെ വ്യക്തമാണ്. അദ്ദേഹം തന്നെ അട്ടിമറി സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു രാജ്യത്തെ മുഴുവൻ യുവതയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തിട്ട് അവിടെ തുടരാൻ കഴിയുന്ന എന്ത് രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ത്യയിലുള്ളത് എന്നതൊരു ചോദ്യമാണ്. അങ്ങനെ തുടർന്നാൽ ചോദ്യം ചെയ്യാൻ കഴിയുന്ന സംവിധാനം ഇവിടെ ഇല്ല എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ കൂടി പരാജയമാണ്. മാധു, ഇവിടെ നമുക്കറിയാം ഈ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ BJP ഭരണം തുടങ്ങിയ നാൾ മുതൽ എങ്ങനെയെല്ലാം തങ്ങളിലേക്ക് അധികാരത്തെ കൊണ്ടുവരാം എന്നുള്ള ചിന്തയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ അധികാരവും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമാക്കുന്ന ഒരു രീതിയാണ് ഇവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഫെഡറലിസത്തെ അപ്പാടെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടത്തുന്നത്. ഇപ്പോൾ ഈ ടെസ്റ്റിംഗ് ഏജൻസി തന്നെ ഇങ്ങനെ നടപ്പിലാക്കി ഇവിടെ ഒരു പരീക്ഷ നടത്തി അതിനൊരു ഉത്തരവാദിത്വവുമില്ല. ആരോടാണ് ചോദിക്കേണ്ടത് എന്നറിയില്ല. ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ കൊടുത്ത കേസുകളെല്ലാം സുപ്രീം കോടതിയിലേക്ക് എത്തിച്ച് സുപ്രീം കോടതി അതിലൊരു വിധി പറയും എന്നൊക്കെയായിരുന്നു നമ്മൾ കരുതിയത്. എത്രത്തോളം അത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും എന്ന് പറയാൻ പറ്റില്ല. അവിടെയെല്ലാം ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു തെറ്റായ പോക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇതിൽ തന്നെ ഈ NTA അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? ഇവരെത്ര രൂപയാണ് ഈ UG നീറ്റിന് വാങ്ങുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് 1700-ഉം 1000-ഉം ഒക്കെയാണ് ഫീസ്. അതിൽ റിസർവേഷൻ ഇല്ലാത്തവർ 1700-ഉം അല്ലെങ്കിൽ 1000 രൂപയും. നിങ്ങളിപ്പോൾ പറഞ്ഞ കണക്ക് പ്രകാരമാണെങ്കിൽ 24 ലക്ഷം പേർ 1000 രൂപ വെച്ച് കൊടുത്താൽ തന്നെ എത്ര പണമായി? 240 കോടിയായി. അത്രയല്ലല്ലോ, ഏകദേശം 340 കോടിയോളം രൂപയാണ് ഒറ്റ പരീക്ഷ കൊണ്ട് ഇവർക്ക് കിട്ടുന്നത്. കോടിക്കണക്കിന് രൂപയാണ് ഇവർ വാങ്ങിവെക്കുന്നത്. ഇപ്പോൾ നെറ്റ് എക്സാം ക്യാൻസൽ ചെയ്ത നെറ്റ് എക്സാമിൽ 9,08,000 പേരിൽ അധികമാണ് പരീക്ഷ എഴുതിയത്. അതിൻ്റെ ഫീസ് എത്രയാ? അതിൻ്റെ ഫീസും 1100-ഉം 600-ഉം ഒക്കെയാ ഫീസ്. എത്ര രൂപയാ, എത്ര കോടിക്കണക്കിന് രൂപയാ ഇവർ വാങ്ങി വെക്കുന്നത്? നെറ്റ് എക്സാം മാത്രമല്ല മാധു, ഈ സംവിധാനത്തിലൂടെ അല്ലാതെ ചോദ്യ പേപ്പറുകൾ വിൽപ്പനയ്ക്ക് വെക്കാൻ പാകത്തിൽ ചോർന്നു പോകുമോ? അപ്പോൾ അതിനൊരു ഉത്തരവാദിത്തം വേണം അല്ലെ? ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ എന്തോ ഒരു അട്ടിമറി എവിടെ നിന്നോ സ്വയംഭൂവായി എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമോ? അപ്പൊ അതിനൊരു മറുപടി വേണം. അല്ലാതെ വിദ്യാർത്ഥികളുടെ ഭാവിയല്ല അതുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകട്ടെ എന്ന ഒരു സാമട്ട് എങ്ങനെയാണ് രാജ്യത്തുണ്ടാകുന്നത്? അതാ ഞങ്ങൾ പറയുന്നത്. ഇത് BJP ആലോചിച്ചുറപ്പിച്ച ഒരു ക്രമക്കേടാണ്. ബോധപൂർവമായി രാജ്യത്തെ വിദ്യാഭ്യാസത്തെ എല്ലാം തങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ച് അതിലൂടെ എങ്ങനെയൊക്കെ പണമുണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ ഗവേഷണം നടത്തുന്നവരാ ഇവര്. പച്ചക്ക് കള്ളത്തരം ചെയ്യുന്നവരാ ഇവര്.
ഒരു ഉത്തരവാദിത്വവും ഇല്ലാതല്ലേ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് ഒറ്റപ്പെട്ട സംഭവമാണ്, അവിടെ ഇവിടെയൊക്കെ 1-2 ചോദ്യപേപ്പർ ചോർന്നിട്ടേ ഉള്ളൂ. അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റുമോ ഈ ധർമ്മേന്ദ്ര പ്രധാന്? അങ്ങനെ ഈ രാജ്യത്തെ പാവപ്പെട്ട വിദ്യാർത്ഥികൾ നോക്കൂ, നിങ്ങൾ കഴിഞ്ഞ ദിവസം നെറ്റ് എക്സാം കഴിഞ്ഞ് വന്ന് കുട്ടികൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. അവരെത്ര കഷ്ടപ്പെട്ടാണ് ബസ് കയറിപ്പോയി, ഓട്ടോ കയറി, അങ്ങനെ ബസ് കിട്ടാതെ രാത്രി തിരിച്ചെത്തി വിവിധ കേന്ദ്രങ്ങളിൽ, അതായത് റിമോട്ട് പ്ലേസിൽ പോയി പരീക്ഷ എഴുതി കഷ്ടപ്പെട്ട് വന്നതിൻ്റെയൊക്കെ അനുഭവം അവർ പങ്കുവെക്കുക. അങ്ങനെ വീട്ടിലെത്തി അവർ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഈ പരീക്ഷ ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ആരെയാണ് നമ്മൾ ഇതിന് കുറ്റപ്പെടുത്തേണ്ടത് എന്നാണ് ഇവർ കരുതുന്നത്? ഇവരിങ്ങനെ ഈ ഒരു പുകമറകൾ സൃഷ്ടിച്ച് അവിടെ നടന്നു, ഇവിടെ പോയി, അവിടെ കുറച്ച് സംഭവിച്ചു എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പോവുക. അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. BJPക്ക് ഇതിലൊരു ഉത്തരവാദിത്തമുണ്ട്. രാജ്യം ഭരിക്കുന്ന BJP ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ. ഈ രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിൽ വെച്ച് ഇവർ അമ്മാനമാടുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. ഇവരെന്തായി കളിക്കുന്നത്? ഇവിടെ ഗുജറാത്തിൽ, ബീഹാറിൽ എല്ലാം ക്രമക്കേട് നടന്നു എന്ന് വ്യക്തമായിക്കൊണ്ടിരിക്കുകയല്ലേ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ വ്യാപം. എന്തായിരുന്നു വ്യാപം? അവിടുത്തെ മുഖ്യമന്ത്രിക്ക് തന്നെ പങ്കുണ്ട് എന്നല്ലേ പറഞ്ഞത്? അതിൽ പങ്കുള്ളവർ, അതിൽ ഇടപെട്ടവരിൽ 40 പേരോളം ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത്. മധ്യപ്രദേശിൽ നമ്മളിത് കാണാതെ പോകരുത്. കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതൊരു ചെറിയ കളിയല്ല, വലിയ സാമ്പത്തിക ഇടപാടുണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ ഇവരാഗ്രഹിക്കുന്നവരെയെല്ലാം പിൻവാതിലിലൂടെ ഇവരാഗ്രഹിക്കുന്ന സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാൻ ആവശ്യമായ ഇടപെടലും നടത്തുന്നുണ്ട്. ഇത് ഈ നെറ്റ് എക്സാമും നീറ്റും മാത്രമല്ല, B.Ed ഇപ്പോൾ ഒരു 4th ഇയർ കോഴ്സാക്കി മാറ്റിയിട്ടുണ്ട് ഇവര്. കേരളത്തിൽ 1-2 കേന്ദ്രങ്ങളിൽ കൊടുക്കുക B.Ed. നോക്കൂ നിങ്ങൾ, അധ്യാപകരാവാൻ വേണ്ടിയിട്ടുള്ള കോഴ്സാ. ആ കോഴ്സ് 4 ഇയർ കോഴ്സാക്കി അതിനൊരു എൻട്രൻസ് എക്സാമും വെച്ചു. അതും നടത്തുന്നത് ഇതേ NTA ആണ്. ഇവരുടെ ജൂൺ മാസത്തിൽ അതും എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. അതിനും പണം വാങ്ങി പരീക്ഷ നടത്തുക. ഈ ഫെഡറൽ സംവിധാനത്തെ തകർത്തുകൊണ്ട് കൺകറന്റ് ലിസ്റ്റിലുള്ള വിദ്യാഭ്യാസത്തെ ഇവരെന്ത് ചെയ്യാണ്? കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമാക്കി മാറ്റാനുള്ള പരിശ്രമം ഒരു ഭാഗത്ത് നടത്തുക. അതിനോടൊപ്പം തന്നെ പണം സമാഹരിക്കാനുള്ള മാർഗമായി ഇതിനെ കാണുക. അതോടൊപ്പം തന്നെ ഇവർക്ക് വേണ്ടപ്പെട്ടവർക്ക് ഇവർ പണം വാങ്ങി വെച്ച് ഇവരാഗ്രഹിക്കുന്ന തരത്തിലേക്ക് സീറ്റ് തരപ്പെടുത്തി കൊടുക്കുന്നു എന്ന പരീക്ഷയിൽ മാത്രം നിൽക്കുമെന്നും നമ്മൾ കരുതേണ്ടതില്ല. ശരി, ഞാൻ വരാം. ശ്രീ ലിജീഷ് കുമാർ, ഇപ്പോ രാഷ്ട്രീയ ആരോപണങ്ങൾ അങ്ങനെ നിൽക്കുന്നു, പ്രതിഷേധം ഒരു വഴിക്ക് നടക്കുന്നു, ഇതൊക്കെ ശരി. അങ്ങ് നിരന്തരം ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ കാണുന്നവരാണ്. ഈ പറയുന്ന നീറ്റ് എക്സാം എഴുതാൻ വേണ്ടി, അതൊരു പക്ഷെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി മുടക്കുന്ന പ്രായം, മുടക്കുന്ന സമയം, മുടക്കുന്ന അധ്വാനം, വേണ്ടെന്ന് വെക്കുന്ന സന്തോഷങ്ങൾ, ഉറക്കം, ഒരു കൗമാരത്തിന്റെ മുഴുവൻ കൗതുകങ്ങളും ഇതെല്ലാം അങ്ങ് നേരിട്ട് കാണുന്നതായിരിക്കും. എന്നിട്ടാണ് ഈ എക്സാം എഴുതി വന്ന് പിറ്റേ ദിവസം ഈ പറയുന്ന വാർത്തകൾ അവരുടെ മുന്നിലേക്ക് വരുന്നത്. അങ്ങനെ നിൽക്കുന്ന വിദ്യാർത്ഥികളോട് ഒരു ഉത്തരവാദിത്തം, ഒരു സഹാനുഭൂതി, ഒരു കരുണ എന്നത് വലിയ തോതിൽ നിർവഹിക്കപ്പെടേണ്ട ഒന്നല്ലേ നമ്മുടെ രാജ്യത്ത്? നിയമം നിലനിൽക്കുന്നു എന്നാണല്ലോ നമ്മളൊക്കെ ആത്യന്തികമായി വിശ്വസിക്കുന്നത്. 24 ലക്ഷം കുട്ടികളാണ് ഈ പരീക്ഷ എഴുതുന്നത് എന്ന് പറയുമ്പോൾ ഈ 24 ലക്ഷം കുട്ടികളും ഈ രാജ്യത്തെ മെറിറ്റിൽ വിശ്വസിച്ച് പരീക്ഷ എഴുതുന്നു എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അട്ടിമറിക്കപ്പെടുന്നത് മെറിറ്റ് ആവുമ്പോൾ 30 ലക്ഷം രൂപക്കും 40 ലക്ഷം രൂപക്കും ക്വസ്റ്റ്യൻ പേപ്പർ പണം കൊടുത്ത് വാങ്ങിയിട്ട് പണമുള്ളയാൾക്ക് മാത്രം മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാവുന്ന ഒരു പരീക്ഷയായി ഈ രാജ്യത്തെ മത്സര പരീക്ഷകൾ മാറുമ്പോൾ ഭാവിയിൽ ഈ കുഞ്ഞുങ്ങൾ എന്തിനെയാണ് ട്രസ്റ്റ് ചെയ്യേണ്ടത് എന്നതൊരു വലിയ പ്രശ്നമാണ്. മാധു ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു വർഷം എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതുന്ന കുട്ടികൾ മാത്രമല്ല ഈ 24 ലക്ഷത്തിലുള്ളത്. 3-4 വർഷമൊക്കെ നിരന്തരമായി പരീക്ഷ എഴുതി ഒരൊറ്റ സ്വപ്നത്തിനു പിന്നാലെ കുഞ്ഞുനാൾ മുതൽ സഞ്ചരിക്കുന്ന കുഞ്ഞുങ്ങളെയാണ്, അവരുടെ വേദനകളെയാണ് നാം ഇങ്ങനെ ദിവസവും പന്താടിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഏറ്റവും സങ്കടകരമായ. നമുക്ക് കൈയടിക്കാനുള്ള ഒരുപാടേറെ അനൗൺസ്മെൻറ്റുകളൊക്കെ നടത്താം. 0.01% പ്രയാസമുണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും തിരുത്തപ്പെടണമെന്ന് ഒരറ്റത്തത് കോടതി വിധി പറയുന്നു. ഇതേ കോടതി തന്നെ അലോട്ട്മെൻറ്റ് നടപടികൾ തുടരും എന്ന് പറയുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ പത്രസമ്മേളനം വിളിച്ച് NDA പുനഃസംഘടിപ്പിക്കും എന്ന് പറയുന്നു.
NDA ഓഡിറ്റ് ചെയ്യപ്പെടുമെന്ന് പറയുന്നു. അപ്പോൾ NDAയിൽ പിഴവുകളുണ്ട് എന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു. ഞങ്ങൾ കുഞ്ഞുങ്ങൾക്കൊപ്പമാണ് എന്ന് പറയുന്നു. കോടതി കുഞ്ഞുങ്ങൾക്കൊപ്പമാണ് എന്ന് പറയുന്നു. ഭരണകൂടം കുഞ്ഞുങ്ങൾക്കൊപ്പമാണ് എന്ന് പറയുന്നു. എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ് ഈ കുഞ്ഞുങ്ങൾക്കൊപ്പം നാം നിൽക്കുക? ഇത്രയും ദിവസത്തെ ചർച്ചകളിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നാം ഈ കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥയെ അഡ്രസ്സ് ചെയ്തിരുന്നോ എന്നൊരു വലിയ ചോദ്യം ഈ രാജ്യത്തിൻ്റെ മുമ്പാകെ വരുന്നുണ്ട്. നേരത്തെ ഒരു അതിഥി സംസാരിക്കുന്ന സമയത്ത് മാർക്കിൻ്റെ സ്കീമിനെ കുറിച്ച് പറയുകയുണ്ടായി. 720 മാർക്ക് ഈ പ്രാവശ്യം കിട്ടിയ കുട്ടികൾ 67 പേരാണെന്ന് പറഞ്ഞു. ഈ 67ൻ്റെ കണക്ക് തന്നെ സത്യത്തിൽ ഭയങ്കര രസകരമാണ്. 17 പേരാണ് NTA ആദ്യം ഉണ്ടാക്കിയ റാങ്ക് ലിസ്റ്റിനകത്ത് 720 ഉള്ളവരുണ്ടായിരുന്നത്. ഇതിലേക്ക് 50 പേരാണ് ഗ്രേസ് മാർക്കിലൂടെയും ബോണസ് മാർക്കിലൂടെയും ആഡ് ചെയ്യപ്പെട്ട് 67 തീരുന്നത്. ഇതിൻ്റെ പേരിൽ വലിയ വിവാദമുണ്ടായതിനു ശേഷമാണ് NDA ഒരു പത്രക്കുറിപ്പിലൂടെ ഞങ്ങൾ ഗ്രേസ് മാർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്നത്. ഈ പരീക്ഷ നടന്ന് ഒരു മാസക്കാലത്തെ പ്രൊസീജിയറുകൾക്കിടയിൽ ഒരിക്കൽ പോലും NDA ഇങ്ങനെ ഒരു ഗ്രേസ് മാർക്കിനെ കുറിച്ചോ കൊടുക്കാൻ പോകുന്ന ബോണസ് മാർക്കിനെ കുറിച്ചോ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന തീയതിയിൽ പോലും മിണ്ടിയിട്ടില്ല. അനൗൺസ് ചെയ്യുന്ന തീയതി അങ്ങേയറ്റം ദുരൂഹമാണ്. 10 ദിവസം നേരത്തെ 14-ാം തീയതി, ജൂൺ മാസം 14-ാം തീയതി അനൗൺസ് ചെയ്യുമെന്ന് NDA പറഞ്ഞ റിസൾട്ട് 10 ദിവസം നേരത്തെ 4-ാം തീയതി വൈകുന്നേരം ഒരു മുന്നറിയിപ്പുമില്ലാതെ അനൗൺസ് ചെയ്യുന്നു. ഈ 4-ാം തീയതി ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. ഈ രാജ്യം മുഴുവനായും തെരഞ്ഞെടുപ്പ് റിസൾട്ടിൻ്റെ ചൂടിൽ നിൽക്കുന്ന സമയത്ത് ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ പൊതുസമൂഹവും ഇവിടുത്തെ പൊളിറ്റിക്കൽ സമൂഹവും സമ്പൂർണ്ണമായും അതിൻ്റെ ഡിസ്കഷനുകളിൽ കേന്ദ്രീകരിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് പെട്ടെന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. ബോധപൂർവം കരുതിക്കൂട്ടി 4-ാം തീയതി ഇത്ര ധൃതി പിടിച്ച് ആർക്കു വേണ്ടിയാണ് NDA റിസൾട്ട് അനൗൺസ് ചെയ്തത്? റിസൾട്ട് അനൗൺസ് ചെയ്തതിന് ശേഷം അബ്നോർമലായ മാർക്കുകളുടെ മേൽ വലിയ ആരോപണം വരുന്നു. ആരോപണം വന്നതിന് ശേഷം NDA പറയുന്നു വൈകി പരീക്ഷ നടത്തിപ്പെട്ട കുട്ടികൾക്കാണ് ഗ്രേസ് മാർക്ക് കൊടുത്തതെന്ന്. എങ്ങനെയാണ് ഒരു കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻ വൈകി നടത്താൻ കഴിയുക? NDA നടത്തുന്ന JEE എക്സാമിനേഷൻ ഒന്നും പോലത്തെ ഒരു പരീക്ഷയല്ല നീറ്റ് എക്സാമിനേഷൻ. ഇതൊരു കമ്പ്യൂട്ടർ മോഡ് എക്സാമിനേഷൻ അല്ല. ഇതൊരു പെൻ ആൻഡ് പേപ്പർ മോഡലിൽ ഇപ്പോഴും നടക്കുന്ന പരീക്ഷയാണ്. സോ എല്ലാ എക്സാമിനേഷൻ സെന്ററുകളിലും മുൻകൂട്ടി ക്വസ്റ്റ്യൻ പേപ്പറുകൾ എത്തുന്നു, മുൻകൂട്ടി OMR ഷീറ്റുകൾ എത്തുന്നു, കൃത്യസമയത്ത് പരീക്ഷ നടത്താനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും NDA നടത്തുന്നു. മെറ്റൽ ഡിറ്റക്ടറിലൂടെയൊക്കെ സ്കാൻ ചെയ്ത് അരമണിക്കൂർ നേരത്തെ കുട്ടികൾ എക്സാമിനേഷൻ ഹാളിലേക്ക് കൊണ്ടുവരുന്നു. ഇങ്ങനെ നടത്തപ്പെടുന്ന ഒരു പരീക്ഷ എങ്ങനെയാണ് വൈകി നടത്തുക ഈ രാജ്യത്ത്? അപ്പോൾ ഇത്ര കാര്യക്ഷമമില്ലാതെയാണോ NDA ഈ പരീക്ഷ നടത്തുന്നത്? 1563 പേർക്കാണ് വൈകി നടത്തിയതിൻ്റെ പേരിൽ ഗ്രേസ് മാർക്ക് കൊടുത്തതെന്ന് പറയുന്നു. ഈ 1563 NDAയുടെ കണക്കിൽ എവിടെയാണ് വരുന്നത്? കേരളത്തിൽ ഒരുപാട് കുട്ടികൾക്ക് വൈകി പരീക്ഷ നടത്തപ്പെട്ടിട്ടുണ്ട്. ഇന്നലെയും ഞാനൊരു ചാനലിൽ പറഞ്ഞു, പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ സലാഹുദ്ദീൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂൾ ഉദാഹരണമാണ്. അവിടെ 15 മിനിറ്റ് വൈകി പരീക്ഷ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു കുട്ടിക്ക് പോലും അവിടെ പരീക്ഷ വൈകി നടത്തിയതിൻ്റെ പേരിൽ ഗ്രേസ് മാർക്ക് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഗ്രേസ് മാർക്ക് കൊടുക്കാനുള്ള കുട്ടിയെ NDA തിരഞ്ഞെടുക്കുന്നത്? അതിൻ്റെ മാനദണ്ഡം എന്താണ്? പിന്നെ രണ്ടാമത്തെ കൗതുകം ബോണസ് മാർക്കാണ്. ഫിസിക്സിൻ്റെ ഒരു ക്വസ്റ്റ്യനിൽ, ആറ്റംസ് ആൻഡ് ന്യൂക്ലിയ എന്ന് പറയുന്ന പാഠത്തിൽ ഒരു ക്വസ്റ്റ്യനിൽ കൺഫ്യൂഷനുണ്ട്. കൺഫ്യൂഷനുള്ള ക്വസ്റ്റ്യനിൽ 2 ഉത്തരങ്ങൾ എഴുതിയ കുട്ടികൾക്ക് മാർക്ക് കൊടുക്കാമെന്ന് NDA തീരുമാനിക്കുകയാണ്. NDAയുടെ ചരിത്രത്തിൽ ഇതുവരെ അങ്ങനെ ഒരു തീരുമാനമില്ല. നമ്മളൊരു മത്സര പരീക്ഷയുടെ ക്വസ്റ്റ്യനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിനെങ്ങനെയാണ് 2 ശരി ഉത്തരം ഉണ്ടാവുക? NDAയുടെ തന്നെ പ്രോസ്പെക്ടസിൽ പറയുന്നു നീറ്റ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യനുകളെല്ലാം സിംഗിൾ കറക്റ്റ് ആൻസർ ക്വസ്റ്റ്യനുകളായിരിക്കും, ഒറ്റ ശരി ഉത്തരമേ ഉണ്ടാവൂ. NDAയുടെ സിലബസ് NDA ഒഫീഷ്യലി അനൗൺസ് ചെയ്തതാണ്. അത് NMCയുടെ നാഷണൽ മെഡിക്കൽ കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തതാണ്. ആ സിലബസ് അനുസരിച്ചാണ് NDA പരീക്ഷ നടത്തുന്നത്. സോ NDAക്ക് ഒരു ഉത്തരമുണ്ട്. പക്ഷേ NDA പറയുന്നത് പുതിയ NCERT ടെക്സ്റ്റിലുള്ള ഉത്തരമല്ല പഴയ NCERT ടെക്സ്റ്റിലുള്ളത്. NCERT അല്ല NDAയുടെ സിലബസ്. പിന്നെ എങ്ങനെയാണ് ഈ ന്യായീകരണം പറഞ്ഞുകൊണ്ട് ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാതെ ആ ക്വസ്റ്റ്യന് ബോണസ് മാർക്ക് കൊടുത്ത് 19 പേരെ 720ലേക്ക്? നിങ്ങൾ ആലോചിക്കേണ്ടത് 17 പേർ മാത്രമുണ്ടായിരുന്ന 720ൻ്റെ പട്ടികയിലേക്ക് 50 പേർ ഒറ്റയടിക്ക് മുഴുവൻ മാർക്കിലേക്ക് വരുന്നത് ഈ ബോണസ് മാർക്കിലൂടെയും ഗ്രേസ് മാർക്കിലൂടെയും ആണെങ്കിൽ 660ലേക്കും 680ലേക്കും 690ലേക്കും ഒക്കെ ഇങ്ങനെ എത്തിയ ഒരു ഹ്യൂജ് കൗണ്ടിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നേയില്ല. നേരത്തെ ശ്രീ ജ്യോതികുമാർ ചാമക്കാല 660 മാർക്കാണ് ഈ വർഷം വരാൻ പോകുന്ന കട്ട് ഓഫ് എന്ന് പറഞ്ഞു. NTA നീറ്റ് എക്സാമിനേഷൻ്റെ ചരിത്രത്തിൽ ഇതുവരെയും ഇല്ലാത്ത കട്ട് ഓഫ് ആണത്. 610 മാർക്കെങ്കിലും മിനിമം കിട്ടിയ എല്ലാ കുട്ടികളും രാജ്യത്തെ മികച്ച മെഡിക്കൽ കോളേജുകളിൽ മെറിറ്റിലൂടെ മെഡിക്കൽ എൻട്രൻസിന് പ്രവേശനം നേടുമ്പോഴാണ് ഇപ്പോൾ 610, 620, 630, 40, 50 ഒക്കെ കിട്ടിയ പ്രതിഭാധനരായ കുട്ടികൾ കരഞ്ഞുകൊണ്ട് പുറത്തു നിൽക്കുന്നത്. അവരുടെ കരച്ചിലിന്, അവരുടെ സങ്കടങ്ങൾക്ക്, അവരുടെ മാത്രമല്ല ഈ പറയുന്ന ഗ്രേസ് മാർക്കിലൂടെ 660 മുകളിലേക്ക് സ്കോർ ചെയ്ത കുട്ടികൾ അത് ബൈപ്പാസ് ചെയ്തു വന്നു എന്നൊരു ആരോപണം, നീതി കിട്ടിയിട്ടില്ല എന്നൊരു ആരോപണം ഈ പറയുന്ന മിടുക്കരായ പ്രതിഭാശാലികളായ
പ്രതിഭാശാലികളായ വിദ്യാർത്ഥികൾക്കുണ്ടെങ്കിൽ അതിന് മുന്നിൽ മറുപടിയില്ലാതെ നിൽക്കേണ്ടി വരുന്ന സാഹചര്യം കൂടി ഉണ്ടാകുന്നു. ശ്രീ യുവരാജ് ഗോകുൽ, NTA അത് പിരിച്ചുവിടപ്പെടേണ്ട ഒന്നാണെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. അതിന് നേതൃത്വം നൽകിയ ആളുകൾ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടേണ്ടതാണ്. ഇത്രയും വലിയ ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഇതൊന്നും ഉണ്ടാകുന്നില്ല. അതിന് പകരം ഇതെന്തോ ഒരു വലിയ പ്രശ്നമേ അല്ല, ഇതൊരു ചെറിയ സാങ്കേതിക പ്രശ്നമാണ് എന്ന തരത്തിൽ അതിനെ അഡ്രസ്സ് ചെയ്യുന്നത് എന്ത് ഗുരുതരമായ അനാസ്ഥയാണ്. അങ്ങനെ ചെയ്യുന്നതിനുള്ള മാനസികാവസ്ഥ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? അതായത് ഈ രാജ്യത്തെ കോടതികളിൽ, ഈ രാജ്യത്തെ നിയമ സംവിധാനങ്ങളിൽ, ഈ രാജ്യത്തെ പ്രതിപക്ഷത്തിൽ, ഈ രാജ്യത്തെ ജനങ്ങളുടെ വോയിസിൽ അതിലൊന്നും വിശ്വാസമില്ലാത്തൊരു സംവിധാനത്തിന് മാത്രമേ ഇത്ര നിസ്സംഗതയോടെ അതിനെ നോക്കിക്കാണാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഇവിടെ ആരും നോക്കി കാണുന്നില്ല. CBI അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. CBI അന്വേഷണം നടക്കുന്നുണ്ട്. കുറച്ച് നേരത്തെ ശ്രീ ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞ 6 ലക്ഷം രൂപ വാങ്ങി ഡാർക്ക് നെറ്റിൽ, ജ്യോതികുമാർ ചാമക്കാലയാണോ വസീഫാണോ പറഞ്ഞെന്ന് ഓർമ്മയില്ല, എന്താണ് ആരോപണം വന്നിട്ടുണ്ട്. ആരോപണമല്ല, CBI കണ്ടെത്തിയതാണ്. 6 ലക്ഷം രൂപ വാങ്ങി ഡാർക്ക് നെറ്റിനകത്ത് ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടെന്നുള്ളത് CBI കണ്ടെത്തിയതാണ്. ഇതിനകത്ത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും തന്നെ മറച്ചു വയ്ക്കുവാനോ ഒളിച്ചു വയ്ക്കുവാനോ വേണ്ടിയിട്ടില്ല. ഇതിൻ്റെ അകത്ത് ആരാണോ കുറ്റക്കാരായിട്ടുള്ളത് അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ചില രാഷ്ട്രീയ വശങ്ങളുണ്ട്, മറ്റ് ചില സാങ്കേതിക വശങ്ങളുണ്ട്. എന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ അനുവദിക്കണം. 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും തുടക്കകാലം മുതൽ ആരോപണം ഉയർന്നു വന്നിട്ടുള്ളത്. ഒന്ന്, ശ്രീ ലിജീഷ് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഗ്രേസ് മാർക്ക് കൊടുത്തു എന്ന് പറയുന്ന ഒരു വിഷയമാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാലയെ നേരത്തെ ചോദിക്കുകയുണ്ട് എന്തടിസ്ഥാനത്തിലാണ് ഗ്രേസ് മാർക്ക് കൊടുത്തത്, ഇത്രയും കാലം അങ്ങനെ ഒരു സാധനം ഇല്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയല്ല. രാജ്യത്തെ ഏറ്റവും പരമോന്നതമായ കോടതി തന്നെ 2018 ഈ പറയുന്ന പോലെ വൈകി പരീക്ഷ നടക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഗ്രേസ് മാർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഗ്രേസ് മാർക്ക് കൊടുത്തു വരുമ്പോഴാണ് ഈ പറയുന്ന പോലെ 718, 719 ഉണ്ടാവുകയും 50 പേരോളം പരിപൂർണമായിട്ട് ഫുൾ മാർക്ക് മേടിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും അദ്ദേഹം ലിജീഷ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പേര് 660 എന്ന കട്ട് ഓഫ് കടന്നു പോവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പം നമ്മൾ അവിടെ കണ്ടെത്തേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉത്തരവാദിത്വമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രേസ് മാർക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷനെ ആരെങ്കിലും മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ്. അത് തീർച്ചയായിട്ടും കണ്ടെത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള സംശയം ഉണ്ടാകേണ്ട കാര്യമില്ല. കൃത്യമായിട്ടും അതിനകത്ത് ഒരു നടപടി ഉണ്ടാകുന്നുള്ള കാര്യം ഉറപ്പാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ പറയുന്ന ആരോപണങ്ങൾ തുടക്കം മുതൽ വരുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ വളരെ നിസ്സംഗഭാവം പ്രകടിപ്പിച്ചു എന്നൊക്കെ ഉള്ള തലത്തിലാണ്. ശരിയാണ്, ആരോപണങ്ങൾ തുടക്കം മുതൽ വരുന്നുണ്ട്. ഈ ആരോപണങ്ങൾക്കകത്തേക്ക് ഇല്ലാത്ത പൊളിറ്റിക്കൽ ട്വിസ്റ്റ് കൊണ്ടുവരുമ്പോഴാണ് ഇതിനകത്ത് ഏതാണ് യാഥാർത്ഥ്യം ഏതാണ് കള്ളം എന്ന് നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ ആയുഷി പട്ടേൽ എന്ന് പറയുന്ന ഒരു കുട്ടി ഗുജറാത്തിലിരുന്നു കൊണ്ട് ഒരു വീഡിയോ പുറത്തുവിടുകയാണ്. ആ വീഡിയോ ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ മനഃപൂർവ്വമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അവരുൾപ്പെടെ എന്ത് ചെയ്യുന്നു, എടുത്തിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. വളരെ വൈകാരികമായിട്ടാണ് ആ വീഡിയോ റീച്ച് ആയിരിക്കുന്നത്. എന്താണ്, എൻ്റെ OMR ഷീറ്റ് കീറിക്കളഞ്ഞു, എനിക്ക് 715 മാർക്ക് കിട്ടേണ്ടതായിരുന്നു, എനിക്ക് 300 സംതിങ് മാർക്ക് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ എത്തിയപ്പോഴേക്കും അതെന്താണ്, അത് ഫേക്ക് ആണെന്നും ആ കുട്ടി ഫോർജ് ചെയ്ത ഡോക്യുമെന്റ്സ് ആണെന്നും അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നും പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ തുടക്കം മുതൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള സാധനങ്ങൾ നിൽക്കുന്നുണ്ട്. പിന്നെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്നുള്ള തലത്തിലേക്ക് സംസാരം വരുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് MBBS എക്സ്ട്രാ എൻട്രൻസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതാത് സംസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഓരോ സംസ്ഥാനങ്ങൾ അവരുടേതായ രീതിയിലുള്ള കട്ട് ഓഫ് വയ്ക്കുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ആർക്കെതിരെ ഇപ്പോൾ വസീഫ് പറഞ്ഞതുപോലെ തന്നെ എന്താണ് ആരോപണങ്ങളൊക്കെ ആർക്കും ഉന്നയിക്കാം. അന്നത്തെ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതിന് മുകളിലുള്ള ആരോപണങ്ങൾ പറയാനുണ്ടാവും. കാരണം ഇവിടെ ഉണ്ടായിരുന്ന പല പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ പറയുന്ന മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടിയിട്ടും ഒക്കെ കട്ട് ഓഫ് മാർക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റുകയും വലിയ തോതിൽ ക്രമക്കേടുകൾ നടക്കുകയും ക്യാപിറ്റേഷൻ ഫീകൾ മേടിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നീറ്റിന്റെ കീഴിലേക്ക് വന്നപ്പോഴേക്കും ഇതെല്ലാം ഏകീകരിക്കപ്പെടുന്ന തലത്തിലേക്ക് ഒറ്റ കട്ട് ഓഫ് മാർക്ക് വരികയും ഒരു എക്സാം നടക്കിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഒരു വലിയ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സംസ്ഥാനങ്ങളിലും പ്രാദേശികമായ ഭാഷകളിൽ പരീക്ഷ നടത്തപ്പെടാത്തത് കൊണ്ട് അവിടെയുള്ള കുട്ടികൾ പിറകോട്ട് പോകുന്നു, അവർക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് തമിഴ്നാട്ടിൽ, ബീഹാറിൽ, രാജസ്ഥാനിൽ എല്ലായിടത്തും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പ്രാദേശികമായ ഭാഷകളിൽ കൂടി ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ അതിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ബീഹാറിൽ ഈ പറയുന്ന പോലെ എന്താണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കേജ് അവിടെ നിന്നുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ സാഹചര്യം ഉണ്ടായി, അത് ദൗർഭാഗ്യകരമാണ്. ഈ കുട്ടികൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ട്. രാജ്യത്തിന്റെ സംവിധാനങ്ങൾക്ക് തന്നെ തീരാ കളങ്കവുമായി മാറിയിട്ടുണ്ട്. ഇല്ല എന്ന് പറയുന്നില്ല. ശ്രീ യുവരാജ് ഗോകുൽ, നിങ്ങൾക്ക് പര്യാപ്തമായ സമയം ഞാൻ തന്നുവെന്ന് വിചാരിക്കുന്നു. ശ്രീ യുവരാജ് ഗോകുൽ, ആയുഷി പട്ടേൽ എന്നൊരൊറ്റ പേര് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് NTA മുഴുവൻ ആക്യുറസിക്കും എതിരാണ്. NTA മുഴുവൻ വിശ്വാസ്യതയും ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു വലിയ സംഭവ വികാസത്തിന് തൊട്ട് അപ്പുറത്ത് നിങ്ങൾ വെക്കുന്നത് ഒരു വളരെ വ്യക്തിപരമായ ഒരു കാര്യമാണ്. ആയുഷി പട്ടേലിന്റെ പേര് നിങ്ങൾ ഇത്രയധികം ഉറക്കെ പറയുന്നത് ഇത് മുഴുവൻ മറച്ചു വെക്കാനാണ്. ആ പരിചയ പോരാതെ വരും യുവരാജ് ഗോകുൽ.
ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയുന്നത് അങ്ങ് ന്യായീകരിക്കുന്നുണ്ട്. അങ്ങ് തന്നെ പറയുന്നു CBI കണ്ടെത്തിയതാണ് ഡാർക്ക് നെറ്റിൽ 60 ലക്ഷം രൂപയ്ക്ക് ഇത് വിൽപ്പനയ്ക്ക് വെച്ചു എന്ന്. അപ്പൊ പിന്നെ ഇതെങ്ങനെ ഒറ്റപ്പെട്ട സംഭവമാകുന്നത്? ഇത് ആളുകൾക്ക് ഹോട്ടൽ റൂമിലിരുന്ന് രഹസ്യമായി ചർച്ച ചെയ്ത് ചോദ്യം കാണാതെ പഠിച്ച് ഉത്തരം കാണാതെ പഠിച്ച് മുഴുവൻ പേപ്പറും മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനം ഒറ്റപ്പെട്ടതാണോ? അങ്ങനെ ഒറ്റപ്പെട്ടതാണെങ്കിൽ കോടതി പറഞ്ഞിട്ടില്ലേ 0.001% പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ടതാണെന്ന്. അപ്പോൾ ഒറ്റപ്പെട്ടതെന്ന് അതിനെ എങ്ങനെയാണ് നിങ്ങൾ ലഘൂകരിച്ച് കാണുന്നത്? അത് ഒറ്റപ്പെട്ടതാണ് എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഒറ്റപ്പെട്ടത് എന്നുള്ള തരത്തിൽ. ഇപ്പോൾ ഒറ്റപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ലീക്കേജ് വന്നാൽ മതി, അല്ലാണ്ട് രാജ്യത്തെ ഈ പറയുന്ന മുഴുവൻ സംവിധാനങ്ങളിലും ഒരു ലീക്കേജ് വരേണ്ട കാര്യമില്ല. ഈ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒരിടത്തുനിന്ന് പോയി കഴിഞ്ഞാലും അത് ഈ പറയുന്ന ആധുനിക സാങ്കേതിക വിദ്യകളുടെ കാലത്ത് ഇത്രയധികം ഇന്റർനെറ്റ് ആക്സസ് എല്ലായിടത്തും ഉള്ള കാലത്ത് അത് സ്പ്രെഡ് ആകാനും അത് മറ്റൊരു തരത്തിൽ മിസ്യൂസ് ചെയ്യപ്പെടാനും വളരെ ഈസിയാണ്. അപ്പോൾ അത്തരത്തിൽ ചില ഒരു സ്ഥലത്ത് 1-2 സ്ഥലങ്ങളിൽ ഉണ്ടായി കഴിഞ്ഞ ഒരു ലീക്കേജ് ആണ്. സന്മാർഗപാഠ പുസ്തകത്തിന്റെ പരീക്ഷ അല്ല ശ്രീ യുവരാജ് ഗോകുൽ. അല്ല പിന്നെ എന്തിനാണ് ഈ NT എന്ന് പറയുന്ന സംവിധാനം? അല്ലല്ല, അങ്ങ് അങ്ങനെ പറയരുത്. ഈ ഒരിടത്ത് നിന്ന് പോലും ചോർന്നിട്ടുണ്ട് എങ്കിൽ അത് എല്ലായിടത്തും വരുമെന്ന് ഒരിടത്ത് ചോർച്ചയുണ്ടാകാതെ ചെയ്യാൻ വേണ്ടിയാണല്ലോ ഇത്രയധികം ശമ്പളവും ഇത്രയധികം ആനുകൂല്യങ്ങളും വെച്ച് ഇത്ര വലിയൊരു സംവിധാനത്തെ നമ്മൾ തീറ്റിപ്പോറ്റുന്നത്. അപ്പൊ അതിനുണ്ടാകുന്ന വീഴ്ചയ്ക്ക് കൃത്യമായ മറുപടി വേണം. അതിന് ഏറ്റവും അങ്ങ് തന്നെ ചർച്ചയുടെ തുടക്കത്തിൽ എന്താ പറഞ്ഞത്? NTA കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്നത് കൊണ്ട് അതിന്റെ ധാർമ്മികമായ ഗ്രൗണ്ട് അവിടെ ഉണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ ആ സംവിധാനത്തെ മരവിപ്പിക്കാനുള്ള ഏറ്റവും അടുത്ത തീരുമാനമെടുക്കേണ്ട ഉത്തരവാദിത്തം ആരുടേതാണ്? ചെയ്തോ? മാധു, ഇത്രയധികം കുട്ടികളിവിടെ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് അലോട്ട്മെന്റുമായിട്ട് മുമ്പോട്ട് പോവുക എന്നുള്ള തലത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സംവിധാനങ്ങളെ മുഴുവൻ മരവിപ്പിച്ച് ഇത്രയും പഠിച്ച് പരീക്ഷ എഴുതിയ ഈ മുഴുവൻ കുട്ടികളുടെ അധ്വാനത്തിനെ മുഴുവൻ വേണ്ടാന്ന് വെച്ചിട്ട് വീണ്ടും ഒന്നേ ഈ സംവിധാനത്തിലേക്ക് പോകാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അതിന്റെ സാധ്യതകൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് വരും ദിവസങ്ങളിൽ നമുക്കറിയാം. എന്തായാലും കുട്ടികളുടെ അധ്വാനത്തോടുള്ള ബഹുമാനം എപ്പോഴാണ്, എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ഈ അധ്വാനിച്ച കുഞ്ഞുങ്ങളെ തന്നെയാണ് അവർക്ക് നീതി കിട്ടിയിട്ടില്ല. നോക്കൂ, ഇത്തവണ അഡ്മിഷൻ കിട്ടാതെ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന തങ്ങൾക്കും നീതി കിട്ടിയിട്ടില്ല എന്ന വ്യക്തിപരമായ തോന്നലിന് മറുപടിയുള്ള സംവിധാനമാണോ അവരുടെ അധ്വാനത്തെ വിലമതിക്കാൻ ഒരുമ്പെട്ട് നിൽക്കുന്നത്? മാധു, തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരല്പം പോലും ആഗ്രഹിച്ചിട്ടുള്ളൊരു വിഷയമല്ല ഇത്. അതിൻ്റെ അകത്തുള്ള സംവിധാനങ്ങളെ ബ്യൂറോക്രസിയുടെ തലത്തിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതിന് മനസ്സിലായത്. അത് തന്നെയാണ് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറഞ്ഞത്. ജ്യോതികുമാർ ചമ്പക്കാല, വീഴ്ച ഉണ്ടായിരിക്കുന്നത് ബ്യൂറോക്രസിയുടെ പക്കൽ നിന്നാണ്. രാഷ്ട്രീയമായതെല്ലാം അതിലേക്ക് കുത്തിത്തിരികുന്നതാണ്. രാഹുൽ ഗാന്ധി ചീപ്പ് പൊളിറ്റിക്സ് കളിക്കുന്നു എന്നാണ് ഈ സുധാൻഷു ത്രിവേദിയുടെ പ്രതികരണം. രാഹുൽ ഗാന്ധി ജോഡോ യാത്ര നടത്തിയപ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് പറയുന്നത് ചീപ്പ് പൊളിറ്റിക്സ് ആണ്. പറയുന്ന രാഷ്ട്രീയം മുഴുവനും ചീപ്പാണ്. നടന്നത് രാഷ്ട്രീയമല്ല, ദ ബ്യൂറോക്രാറ്റിക് എറർ ആണ്. ഇതിനോടൊക്കെ ഞാൻ എന്ത് മറുപടി പറയാനാണ്? നമ്മൾ ഓരോ കാര്യത്തെ സംബന്ധിച്ച് എങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ ജനാധിപത്യം? എങ്കിൽ പിന്നെ എന്തിനാണ് ഇത്തരത്തിലൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ? എങ്കിൽ പിന്നെ എന്തിനാണ് HRD വകുപ്പ്? എങ്കിൽ പിന്നെ എന്തിനാണ് അതിനൊരു മന്ത്രി? എന്തിനാണ് ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നത്? അപ്പോൾ അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം അത് ഏറ്റെടുക്കാൻ ഇവിടെ പിന്നെ രാജ്യത്തൊരു വിപ്ലവകരമായ മാറ്റം ഈ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഈ മിനിസ്ട്രി നടപ്പിലാക്കിയാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആരായിട്ട് എടുക്കുന്നത്? രാഷ്ട്രീയ നേതൃത്വമാണ്. അപ്പോൾ വീഴ്ച വന്നാലും അതേ ഉത്തരവാദിത്വം രാഷ്ട്രീയ നേതൃത്വം ഏറ്റെടുത്തേ മതിയാവും. അതിന് തർക്കവുമില്ല. അങ്ങനെയാണ് ഇന്ത്യയിലെയും കേരളത്തിലെയും പിന്നെ ജനാധിപത്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയേ പോയിട്ടുള്ളൂ, അങ്ങനെയേ പോകാൻ കഴിയൂ, നാളെയും അങ്ങനെ കഴിയുള്ളൂ. ഇവിടെ നോക്കൂ, ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇവിടെ പ്രാദേശിക ഭാഷയെക്കുറിച്ച് പറഞ്ഞു. നമ്മൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ പിന്നെ ഡാർക്ക് നെറ്റിലും അതുപോലെ തന്നെ ടെലിഗ്രാം വഴിയൊക്കെ 6 ലക്ഷം രൂപ വീതം ക്വസ്റ്റ്യൻ പേപ്പർ ലഭിച്ചു എന്ന് പറയുന്നത് നെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടാണ് CBI പറഞ്ഞിട്ടുള്ളത്, നീറ്റുമായി ബന്ധപ്പെട്ടല്ല. ഇവിടെ പ്രാദേശിക ഭാഷയെക്കുറിച്ച് പറഞ്ഞു. 2017 വരെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രമായിരുന്നു ചോദ്യപേപ്പർ ഉണ്ടായിരുന്നത്. 2017 ശേഷമാണ് 8 ഭാഷയിൽ കൂടി ചോദ്യപേപ്പർ പ്രിന്റ് ചെയ്യാൻ തുടങ്ങിയത്. അതൊക്കെ നമ്മുടെ മുമ്പിലുള്ള വസ്തുതകളാണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ അദ്ദേഹം പറയുന്നതാണ് ഗ്രേസ് മാർക്ക് കൊടുക്കാൻ കോടതിയുടെ നേരത്തെ തന്നെ ഒരു ഡയറക്ഷൻ ഉണ്ട്. പരീക്ഷ താമസിച്ചു പോയാൽ ഗ്രേസ് മാർക്ക് കൊടുക്കാം എന്ന്. എന്തായിരുന്നു ഇപ്രാവശ്യം ഗ്രേസ് മാർക്ക് കൊടുക്കാനുള്ള മാനദണ്ഡം? ആരായിരുന്നു ഗ്രേസ് മാർക്ക് കൊടുക്കാൻ തീരുമാനിച്ചത്? ഏതൊക്കെ സെൻറ്ററിലാണ് ഇത്തരത്തിൽ പരീക്ഷ താമസിച്ച് നടത്തിയിട്ടുള്ളത്? കേരളത്തിൽ എത്രയോ സെൻറ്ററുകളിൽ ഇൻവിജിലേറ്റർമാരുടെ വീഴ്ച മൂലം പരീക്ഷയ്ക്ക് കൃത്യമായി കിട്ടേണ്ട സമയം കിട്ടാത്ത കുട്ടികൾ എത്രയെങ്കിലുമുണ്ട്. ഈ 24 ലക്ഷം പേരിൽ ഈ 1563 പേരിലേക്ക് മാത്രമായി അത് ചുരുങ്ങിയത് എങ്ങനെയാണ്? ആരാണ് ഇത്ര മാർക്ക് വീതം കൊടുക്കണമെന്ന് തീരുമാനിച്ചത്? എത്ര മാർക്ക് വീതമാണ് കൊടുക്കാൻ തീരുമാനിച്ചത്? ഇത് എവിടെയാണ് പബ്ലിഷ് ചെയ്തത്? ഇത് എപ്പോഴെങ്കിലും ഈ പറയുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പരസ്യമായി ഇന്ത്യൻ സമൂഹത്തോട് സംവദിച്ചിട്ടുണ്ടോ? ഒരു പത്രഗ്രൂപ്പിലൂടെ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ 718ഉം 719ഉം ഒക്കെ മാർക്ക് കിട്ടിയതിൻ്റെ വിചിത്രകരമായ കൗതുകരമായ വസ്തുതയെക്കുറിച്ച് ചോദ്യം ചെയ്തപ്പോഴും കോടതിയിൽ കേസ് വന്നപ്പോഴും മാത്രമല്ലേ നിങ്ങൾ ഗ്രേസ് മാർക്കിനെ കുറിച്ച് പറഞ്ഞുള്ളൂ? ആ ഗ്രേസ് മാർക്ക് കൊടുക്കാൻ 1563 പേരെ മാത്രം എങ്ങനെ തിരഞ്ഞെടുത്തു? അവർക്ക് എത്ര മാർക്ക് വീതമാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത്? അതിനെന്തായിരുന്നു മാനദണ്ഡം? അതുമായി ബന്ധപ്പെട്ട് നിരവധി നിലയ്ക്കാത്ത ചോദ്യങ്ങളുണ്ട്.
ഈ ചോദ്യങ്ങളിലൂടെ നിങ്ങൾ പിന്നെ ഈ രാജ്യത്തെ എന്താ പറയുന്നത് വിദ്യാർത്ഥി സമൂഹത്തെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയാണ്. നോക്കൂ, ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഈ വിദ്യാഭ്യാസ രംഗത്തെ തൂക്കി വിൽക്കുന്നതിന് തുല്യമാണിത്. ഇപ്പോൾ നോക്കൂ, 24 ലക്ഷം പേരാണ് നീറ്റ് പരീക്ഷ എഴുതിയത്. ആ പരീക്ഷയെ സംബന്ധിച്ചാണ് സംശയത്തിൽ നിൽക്കുന്നത്. അതേ സംബന്ധിച്ച് കോടതി തീരുമാനമെടുക്കാനിരിക്കുന്നു. 11 ലക്ഷം പേരാണ് നെറ്റ് പരീക്ഷ എഴുതിയിട്ടുള്ളത്. ആ നെറ്റ് പരീക്ഷ എഴുതിയിട്ടുള്ളവർ മിനിമം ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ PGയുടെ ഫസ്റ്റ് ഇയറിലോ സെക്കൻഡ് ഇയറിലോ ഇപ്പോൾ ഫോർ ഇയർ സ്കീം വന്നു കഴിഞ്ഞാൽ അവർക്ക് 4-ാം വർഷം പരീക്ഷ എഴുതാമെന്ന് പറയുന്നുണ്ട്. ഏതായാലും ആ രീതിയിലുള്ളവരാണ്. അവരെ സംബന്ധിച്ച് ഏകദേശം 20-22 വയസ്സ് പ്രായമുള്ളവരാണ്. ഈ കുട്ടികളെ സംബന്ധിച്ച് 17 വയസ്സ് പ്രായമുള്ളവരാണ് നീറ്റ് പരീക്ഷ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെ 35 ലക്ഷം പേരുടെ പരീക്ഷയാണ് ഇപ്പോൾ തുലാസിൽ നിൽക്കുന്നത്. 2 പരീക്ഷയുടെ കാര്യത്തിൽ വന്നപ്പോൾ 2 പരീക്ഷയുടെ വിഷയം വന്നപ്പോൾ തന്നെ 35 ലക്ഷം ആളുകളുടെ കുടുംബത്തെയാണ് ഇത് ബാധിക്കുന്നത് എന്ന കാര്യം നമ്മൾ മറക്കരുത്. ജ്യോതികുമാർ ചമക്കൽ, അതുകൊണ്ട് ഇപ്പോൾ നടപടി പറ്റില്ല. ഈ കുട്ടികളുടെ ഇത്രയും കാലത്തെ അധ്വാനത്തെ അങ്ങനെ വില കുറച്ച് കാണാനോ അതിനെ റദ്ദാക്കാനോ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ ന്യായം. അല്ല, 2 ഭാഗവുമുണ്ട്. പക്ഷേ ഇതിനകത്ത് നമുക്കെന്താ വേണ്ടത്? നമ്മളെ സംബന്ധിച്ച് അർഹരായിട്ടുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കണം, അനർഹരായിട്ടുള്ളവർ പുറത്തു പോകണം. അതിന് എന്താണ് പരിഹാര മാർഗം എന്നതിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ ഭാഗത്ത് ഇപ്പോഴും ഒരു നടപടിക്രമവും ഇല്ല. ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നത് കോടതി വിധിയിലേക്കാണ്. നോക്കൂ, ഇതിൻ്റെ ആത്യന്തികമായി പരിണതഫലം ഉണ്ടാകാൻ പോകുന്നത് ഈ അക്കാദമിക വർഷം നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ മേഖലയിലുള്ള വിദ്യാർത്ഥികളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കലാപകലുഷിതമാകാൻ പോകുന്നു. അവരുടെ ഭാവിയെ സംബന്ധിച്ച് ചോദ്യചിഹ്നം ഉയരുന്നു. ഈ പറയുന്ന 24 ലക്ഷം കുട്ടികളെ സംബന്ധിച്ച് നോക്കൂ, നെറ്റ് എക്സാമിനെ സംബന്ധിച്ചാൽ 6 മാസം കഴിയുമ്പോൾ അവർക്ക് അടുത്ത പരീക്ഷ എഴുതാം. ഒരു 6 മാസത്തെ ഗ്യാപ്പേ വരുന്നുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് പരീക്ഷ ക്യാൻസൽ ചെയ്തുകൊണ്ട് തന്നെ നാളെ വേണമെങ്കിലും പരീക്ഷ നടത്താവുന്നേ ഉള്ളൂ. പക്ഷേ നീറ്റ് എക്സാമിനെ സംബന്ധിച്ച് ഈ 24 ലക്ഷം കുട്ടികളും വളരെ പ്രതീക്ഷയോടുകൂടി അവർ പഠിച്ച് പിന്നെ അവരുടെ ജീവിതകാലത്തെ ഞാൻ പറഞ്ഞല്ലോ 15 വർഷത്തെ അക്കാദമിക ജീവിതം, ആ അക്കാദമിക ജീവിതവും 17 വർഷത്തെ അക്കാദമിക ജീവിതവും കഴിഞ്ഞിട്ട് പിന്നെ അവർ 10ാം ക്ലാസ് വരെ പഠിച്ചു, +2 പഠിച്ചു. അതും കഴിഞ്ഞ് അവർ 17 വയസ്സായ കുട്ടികൾ അവർ പരീക്ഷ എഴുതാൻ ചെല്ലുമ്പോൾ 10-12 വർഷത്തെ അല്ലെങ്കിൽ 13 വർഷത്തെ വിദ്യാഭ്യാസവും കഴിഞ്ഞിട്ട് അവർ ചെന്ന് പരീക്ഷ എഴുതാൻ ചെല്ലുമ്പോൾ അവരോട് പരീക്ഷ നാളെ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞാൽ അവരുടെ അവസ്ഥ എന്താണ്? ഇനി നന്നായി പഠിച്ച് പരീക്ഷ എഴുതി ഈ 20 മാർക്കിൽ 720 കിട്ടിയ നിയമാനുസൃതം പരീക്ഷ എഴുതി കുട്ടികളോട് കാണിക്കുന്ന അനീതിയല്ലേ? നിയമാനുസൃതം അഡ്മിഷൻ ലഭിക്കേണ്ട കുട്ടികളോട് കാണിക്കുന്ന അനീതിയല്ലേ? അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇതിപ്പോൾ നമ്മളൊരു ഡെഡ് ലോക്കിലെത്തി നിൽക്കുകയാണ്. പഠിച്ച് പാസ്സായ കുട്ടികൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു, ക്രമരഹിതമായി ഇതിലേക്ക് കടന്നുകൂടിയിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ച് അതിനകത്ത് കടന്നുകൂടിയിരിക്കുന്നു. അപ്പോൾ പരീക്ഷ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ 24 ലക്ഷം കുട്ടികളെ സംബന്ധിച്ചും അവരുടെ പിന്നെ ആശങ്ക വളരെ വലുതാണ്. ഇനി പരീക്ഷ ക്യാൻസൽ ചെയ്യാതിരുന്നാൽ അനർഹരായിട്ടുള്ളവർ കടന്നുകൂടും. അപ്പോൾ ഇതിനെന്താണ് വേ ഔട്ട് എന്നതിനെ സംബന്ധിച്ച് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ഇത് വരും ദിവസങ്ങളിൽ ഏറ്റവും ഗൗരവമായി പോകുന്ന ഒരു വിഷയമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് പിന്നെ എല്ലാവരും പിന്നെ സർക്കാരും അതുപോലെ NDAയും ഒക്കെ കോടതിയെ ആശ്രയിച്ച് നിൽക്കുകയാണെന്നാണ് ഞാൻ ഇതുവരെയുള്ള ഡെവലപ്മെൻറ്റ്സിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കോടതി എന്ത് പറയുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ അത് കോടതിയുടെ മേൽ ചാരിക്കൊണ്ട് രക്ഷപ്പെടാൻ പോവുകയാണ്. ഇവിടെ നോക്കൂ, ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്ന ഒരു വിദ്യാർത്ഥിയെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. പാറ്റയിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നുണ്ട്. ചില ഈ എൻട്രൻസ് എക്സാമിനേഷൻ കോച്ചിങ് നടത്തുന്ന സെൻറ്ററുകളിൽ തലേ ദിവസം അവർക്ക് പിന്നെ ആൻസറുകൾ കാണാതെ പഠിപ്പിക്കുന്നതിൻ്റെ വിഷ്വൽസ് വരെ പുറത്തു വന്നിട്ടുണ്ട്. അത് ഗുജറാത്തിലെ ഗോദ്രയിലുണ്ട്, ബീഹാറിലെ പാറ്റ്നയിലുണ്ട്, ഏറ്റവും അവസാനം ആൾമാറാട്ടം നടന്ന ഡൽഹിയിലുണ്ട്. അപ്പോൾ ആ രീതിയിൽ വിവിധ രീതികളിൽ പല രീതിയിലുള്ള തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ശ്രീ ജ്യോതികുമാർ ചമക്കൽ, ഈ പറയുന്ന ഈ തേജസ്വി യാദവിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഒരു ആരോപണം, അതിലൂടെ അത് പ്രതിപക്ഷത്തിലേക്ക് തിരിച്ചുവിടാനുള്ള ശ്രമം BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങളും ഒരു വിശദീകരണം നൽകുന്നുണ്ടോ? അത് തേജസ്വി യാദവ് തന്നെ ഇന്ന് വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ഇനി തേജസ്വി യാദവിന്റെ ഏതെങ്കിലും വിശ്വസനീയതുണ്ടെങ്കിൽ കൃത്യമായ നടപടി ഉണ്ടാകണമെന്നേ. അതുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാന്റെ ഉത്തരവാദിത്വം മാറുമോ? ധർമ്മേന്ദ്ര പ്രധാൻ അല്ലെങ്കിൽ BJP ഭരിക്കുമ്പോൾ എങ്ങനെയാണ് തേജസ്വി യാദവിൻ്റെ പിന്നെ സന്തത സഹചാരി ഇതിനകത്ത് കക്ഷിയാകുന്നത്? അതിൻ്റെ ഞാൻ ചോദിക്കുന്നത് ഇതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ഇതിൻ്റെ ഉത്തരവാദിത്വം സ്വാഭാവികമായിട്ടും ഈ വകുപ്പ് ഭരിക്കുന്ന ധർമ്മേന്ദ്ര പ്രധാനും കൂട്ടർക്കുമാണ്. അദ്ദേഹം നമുക്ക് വേണമെങ്കിൽ പറയാം അദ്ദേഹം പിന്നീട്, പക്ഷേ ഇതൊരു കണ്ടിന്യൂയിങ് പ്രോസസ്സാണ്. കഴിഞ്ഞ പ്രാവശ്യവും ഇവിടെ ഉണ്ടായിരുന്നത് പിന്നെ BJPയുടെ നേതൃത്വത്തിലുള്ള NDA മുന്നണിയാണ്. ഇപ്പോഴും അവർ തന്നെയാണ്. കാവൽ മന്ത്രിസഭ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ BJPയും RSSും കടന്നു വന്നതിന് ശേഷം നടക്കുന്ന ചില വിഷയങ്ങൾ, ഞാൻ ഒറ്റ വിഷയം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പോൾ നോക്കൂ, നെറ്റിനെ സംബന്ധിച്ച് നെറ്റ് പരീക്ഷയിൽ ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് എത്രയോ കാലമായി നെറ്റ് പരീക്ഷ നടക്കുന്നു. ഇതുവരെ ഇത്തരത്തിൽ പരസ്യമായി ബോധ്യപ്പെടുകയും പരീക്ഷകൾ തന്നെ ക്യാൻസൽ ചെയ്യുകയും മാത്രമല്ല ഡാർക്ക് നെറ്റിലൂടെയും അതുപോലെ തന്നെ പിന്നെ പല ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും ഇത് അവൈലബിൾ ആയിരുന്നെന്നും 6 ലക്ഷം രൂപ അടച്ചതെന്ന് പറയുന്നത് CBI ആണ്. ആ രീതിയിൽ എത്തിപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ട്? ഇവിടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഇവിടെ അസിസ്റ്റന്റ് പ്രൊഫസറായി കോളേജിൽ അധ്യാപനം ലഭിക്കണമായിരുന്നെങ്കിൽ അതിന് ബേസിക് ക്വാളിഫിക്കേഷൻ PG അല്ലെങ്കിൽ PGB.Ed അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ നെറ്റ് വേണം അല്ലെങ്കിൽ PhD വേണം. ഇവിടെ PhDയെ സംബന്ധിച്ച് ഇപ്പോൾ PhDക്കും ഈ നെറ്റ് നിർബന്ധമായിരിക്കുന്നു.
PhD അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നെറ്റ് വേണം, മറ്റു റിസൾട്ടെല്ലാം അവസാനിപ്പിക്കുന്നു. ഇനി നെറ്റ് ഇത്തരത്തിൽ ഇല്ലീഗലായിട്ട് നെറ്റ് സമ്പാദിക്കുന്നു. ആ നെറ്റ് സമ്പാദിച്ചതിന് ശേഷം ആ നെറ്റിൻ്റെ ബേസിൽ PhD എടുക്കുന്നു. അല്ലെങ്കിൽ നെറ്റ് വെച്ചുകൊണ്ട് അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി കയറാൻ കഴിയും. അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി കയറുമ്പോഴോ അവിടെ ബേസിക് ക്വാളിഫിക്കേഷനെ സംബന്ധിച്ചുള്ള ഒരു മാർഗം പരിഗണിക്കുന്നില്ല. നേരിട്ട് UGC റെഗുലേഷൻ 2018 അനുസരിച്ച് നേരിട്ട് ഇൻ്റർവ്യൂവിൻ്റെ മാർക്കിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ, അതായത് ഇൻ്റർവ്യൂവിന് 50 മാർക്ക് തീരുമാനിച്ചുകൊണ്ട് ആ ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അസിസ്റ്റന്റ് പ്രൊഫസർമാരായി കോളേജ് അധ്യാപകരെ നിയമിക്കുന്നു. അതിലൂടെ അനർഹരായി കടന്നുകൂടുന്നു. ഈ അനർഹരായിട്ടുള്ളവരെ കടത്തിയെടുക്കാൻ വേണ്ടി മാത്രം BJPയും RSS നേതൃത്വവും നടത്തിയിട്ടുള്ള ഒരു പിന്നെ എന്താ പറയുന്നത്, അവർ ആസൂത്രിതമായി നടത്തിയിട്ടുള്ള ഒരു തട്ടിപ്പിന്റെ ഭാഗമായിട്ടാണ് UGC റെഗുലേഷൻ 2018 ഈ ക്ലോസ് ഉൾപ്പെടെ. അപ്പോൾ അങ്ങനെ കടന്നു വരുമ്പോൾ നോക്കൂ, നെറ്റ് ഇല്ലീഗലായിട്ട് കിട്ടുന്നു. അതിലൂടെ അതിനുശേഷം ആ നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് PhD എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്തു. PGയും BEdും ഉള്ളവർ നേരെ പോയി കോളേജിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അവർക്ക് ബേസിക് ക്വാളിഫിക്കേഷൻ ഉണ്ട്. അവരെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നു. ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ട് ഇൻ്റർവ്യൂവിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം, അതായത് ഇഷ്ടമുള്ളവരെ നിയമിക്കാനുള്ള അവസരം ഈ അപ്പോയിന്റിംഗ് അതോറിറ്റിക്ക് ലഭിക്കത്തക്ക രീതിയിലേക്ക് എത്തിക്കുന്നു. അതിലൂടെ RSS സംഘപരിവാർ ശക്തികളെ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടത്തിവിടാനുള്ള ശ്രമം നടത്തുന്നു. അത് ദൂരവ്യാപകമായി ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ശരി, ശ്രീ വി വസീഫ്, ഇപ്പോൾ പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകൾ മുഴുവനും രാജ്യ തലസ്ഥാനത്തടക്കം വലിയ പ്രക്ഷോഭങ്ങൾ നടത്തുന്നുണ്ട്. അവർക്ക് നേരിടേണ്ടി വരുന്നത് എന്താണ്? അവർക്ക് നേരിടേണ്ടി വരുന്നത് പോലീസിന്റെ അതിക്രമമാണ്. വിദ്യാർത്ഥികൾ അവരുടെ ന്യായമായ ആവശ്യത്തിന് പ്രതികരിക്കേണ്ട, പ്രതിഷേധിക്കേണ്ട, സമരമിരിക്കേണ്ട, മുദ്രാവാക്യം വിളിക്കേണ്ട ഏറ്റവും ന്യായമായ ആവശ്യത്തിന് വേണ്ടിയാണ് തെരുവിലിറങ്ങി നിൽക്കുന്നത്. അങ്ങനെയല്ലാതെ ഒരു രാജ്യത്തിന്റെ യുവത എങ്ങനെ പ്രതികരിക്കണം എന്നാണ് അധികാരികൾ വിചാരിക്കുന്നത്? മാധു, ഞാൻ ഇവിടെ തുടക്കം മുതൽ പറയാൻ ശ്രമിച്ചതും രാജ്യത്തെ വിദ്യാഭ്യാസത്തെ ഇവർ കച്ചവടവൽക്കരിക്കുകയാണ് BJP ഗവൺമെൻറ്. ആ കച്ചവടവൽക്കരിക്കുന്നതോടൊപ്പം തന്നെ ഇവർ ചെയ്യുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, വർഗീയവൽക്കരിക്കുന്നുണ്ട്. രാജ്യത്തെ മതനിരപേക്ഷത ഇല്ലാതെയാക്കാൻ വിദ്യാഭ്യാസത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുകൂടി ഇവർ ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ ക്യാൻസൽ ചെയ്ത നെറ്റ് എക്സാമിൻ്റെ ചോദ്യപേപ്പറുകളിൽ വന്ന ചോദ്യത്തെക്കുറിച്ചും വലിയ ആക്ഷേപമുണ്ട്, ചോദ്യങ്ങളെക്കുറിച്ച്. അതിലെല്ലാം സംഘപരിവാരത്തിൻ്റെ താല്പര്യങ്ങൾ കടന്നുകൂടിയത് നമ്മൾ കണ്ടു. അതോടൊപ്പം കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളാണ് ഇവിടെയൊക്കെ നടന്നത്. ഇപ്പോൾ BJP പ്രതിനിധി പറയുന്നത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്നാ. ഇത് ഇദ്ദേഹത്തിൻ്റെ വാക്കല്ല, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കാ. എങ്ങനെ ഇങ്ങനെ പറയാൻ സാധിക്കുന്നത്? ഈ ലക്ഷക്കണക്കിന് കുട്ടികൾ, മാധു എനിക്കറിയാം, ഞങ്ങൾ ഈ DYFI പ്രവർത്തകർ എന്നുള്ള നിലക്ക് ഈ വിദ്യാർത്ഥികൾക്ക് ഈ ഉന്നത വിജയം നേടി ഈ നീറ്റ് എഴുതി അതിൽ നല്ല റാങ്ക് വാങ്ങിയ നല്ല മാർക്ക് കിട്ടിയ കുട്ടികളെ കാണാനും അവർക്കൊരു മൊമെൻറ്റോ കൊടുക്കാനൊക്കെ പോകും ഞങ്ങൾ. അങ്ങനെ പോയ സമയത്ത് 1-2 വീടുകളിൽ നിന്ന് പറഞ്ഞത്, വിദേശത്തുള്ള ജോലി ഉപേക്ഷിച്ച് കഴിഞ്ഞ 3 വർഷമായി ഈ കോഴിക്കോട് നഗരത്തിൽ താമസമാക്കിയവരുണ്ട്. ഈ കുട്ടിയുടെ പഠനത്തിന് വേണ്ടി, ആ കുട്ടിക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ, സമയത്ത് ഭക്ഷണം കൊടുക്കാൻ, അവൻ പഠിക്കുന്നുണ്ടോ നോക്കാൻ, വിളിച്ചുണർത്താൻ, അങ്ങനെ എത്ര പ്രയാസകരമായ സാഹചര്യത്തിലൂടെയാണ് ഓരോരുത്തരും കടന്നു പോകുന്നത്. പണമില്ലാത്ത കുട്ടികൾ, ട്യൂഷൻ സെൻ്ററുകളിൽ പോകാൻ പറ്റാത്ത കുട്ടികൾ, അവരൊക്കെ എത്ര പ്രയാസപ്പെട്ടിട്ടാണ് പഠിക്കുന്നത്. നമുക്കറിയാം പലരെയും. അവരുടെ കണ്ണീരിന് ഒരു വിലയുമില്ലേ? ഇത്ര ലാഘവത്തോടു കൂടി കേന്ദ്ര ഗവൺമെൻറ് ഇതിനെ നോക്കിക്കാണുന്നത് എങ്ങനെയാ? ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ആക്ഷേപം നിൽക്കുമ്പോൾ കോടതി പോലും കൗൺസിലിംഗ് നിർത്തിവെക്കാൻ പറയാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ കോടതിയിൽ നിന്ന് പോലും നീതി കിട്ടുമോ എന്ന് സംശയിക്കുന്ന ഈ സമയത്ത് ആർക്കാണ് ഇതിൻ്റെയൊക്കെ ഗുണം കിട്ടുന്നത്? പറഞ്ഞുറപ്പിച്ച കച്ചവടം പറഞ്ഞുറപ്പിച്ചവർക്ക് വീണ്ടും ഗുണം കിട്ടുകയല്ലേ? ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ, ഈ ഗ്രേസ് മാർക്ക് കൊടുത്തതിന്റെ മാനദണ്ഡം എന്താണ് എന്ന് പോലും ഒരാൾക്കും അറിയില്ല. ഇതൊക്കെ സുതാര്യമാവേണ്ടേ? കോടിക്കണക്കിന് രൂപയാ വാങ്ങി വെച്ചത്. ഈ നീറ്റായാലും നെറ്റായാലും ഒരുമിച്ച് കണക്ക് കൂട്ടിയാൽ 500 കോടിയുടെ ഇടപാടാണ് നടന്നത് പരീക്ഷാ ഫീസിനത്തിൽ മാത്രം. അതിൻ്റെ ഒരു ഉത്തരവാദിത്തമെങ്കിലും ഇവർ കാണിക്കണ്ടേ? ചെറിയ പണമല്ലല്ലോ വാങ്ങി വെച്ചത്, വലിയ ഭീമമായ തുക വാങ്ങിയല്ലേ ഇവർ ഈ പരീക്ഷ നടത്തുന്നത്. നമ്മൾ കണ്ടതല്ലേ ഓരോ പരീക്ഷാ കേന്ദ്രങ്ങളിലും കുട്ടികളെ ഇവർ നേരത്തെ ലിജീഷ് ഇവിടെ അത് സൂചിപ്പിച്ചു, പരിശോധിക്കുന്നത്, ശിരോവസ്ത്രം അയച്ചു മാറ്റുന്നത് ഉൾപ്പെടെയുള്ള വലിയ വിവാദങ്ങളും വലിയ ചർച്ചകളും, കുട്ടികളുടെ ഓരോ ഭാഗവും പരിശോധിക്കുന്നതും അവരുടെ വസ്ത്രങ്ങൾ പരിശോധിക്കുന്നു, അവർക്ക് കൊടുക്കുന്ന ഒരു സ്ട്രെസ്സും ഒക്കെ നമ്മൾ കണ്ടതാ. അതൊക്കെ കാണുമ്പോൾ നമുക്ക് മറ്റൊരു തരത്തിൽ ജനങ്ങൾ വിശ്വസിക്കും ഇതൊരു സുതാര്യമായ പരീക്ഷയാണ് എന്ന്. എന്നാൽ ഇവർ ചില BJP നേതൃത്വത്തിന്റെ ഒത്താശയോടുകൂടി പലയിടങ്ങളിലും ഇരുന്ന് ഇത് കച്ചവടം ചെയ്യുകയായിരുന്നു. ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ഈ ചോദ്യ പേപ്പർ കച്ചവടം ചെയ്തു എന്നുള്ളതിന്റെ ആക്ഷേപമല്ലേ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാ ഈ BJPക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുക? ഈ കുട്ടികൾക്ക് എന്ത് നഷ്ടപരിഹാരമാണ് ഇവർ കൊടുക്കാൻ
ഇവർക്ക് കൊടുക്കാൻ സാധിക്കുക? ഈ നെറ്റ് എക്സാം എഴുതാൻ പോയ കുട്ടികൾക്ക് അതേ ഫീസിൽ പരീക്ഷ നടത്താൻ സാധിക്കണം. അതോടൊപ്പം അവർക്ക് കോമ്പൻസേഷൻ കൂടി കൊടുക്കണം. അതോടൊപ്പം ഈ നീറ്റ് എഴുതിയ കുട്ടികൾക്കോ അവരാശ്വസിപ്പിക്കും? നേരത്തെ ജ്യോതികുമാർ സാർ പറഞ്ഞതുപോലെ 6 മാസം കഴിഞ്ഞാൽ നെറ്റ് എക്സാം എഴുതാൻ പറ്റും എന്നൊക്കെ പറയാം. എന്നാലും അതിന് ഒരുപാട് പ്രയാസമൊക്കെ ഉണ്ട്. ഈ നീറ്റ് എഴുതുന്ന കുട്ടികളോ? ഈ 23-24 ലക്ഷത്തോളം കുട്ടികളും അവരുടെ രക്ഷിതാക്കളും അനുഭവിച്ച പ്രയാസത്തിന് ആര് മറുപടി പറയും? സംവിധാനത്തെ ശ്രീ ലിജീഷ് കുമാർ, ഇതിപ്പോ നേരത്തെ ശ്രീ ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞൊരു പ്രശ്നമുണ്ട്. ആരാണ് മെറിറ്റിൽ കയറിയതെന്ന് എങ്ങനെ അറിയും? ആരാണ് അനർഹർ എങ്ങനെ അറിയും? നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെയാണ് ഈ പറയുന്ന ഇവരല്ല, ഈ പേപ്പർ ചോർന്ന് കിട്ടിയവർ പോലുമല്ല, അവരും കുഞ്ഞുങ്ങളാണ്. അവർ പോലുമല്ല യഥാർത്ഥ കുറ്റവാളികൾ. ഈ സംവിധാനമാണ് അപ്പുറത്ത് കുറ്റം ചെയ്തു നിൽക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കി അവരെ ഇനി വേർതിരിക്കാനുള്ള എന്ത് സംവിധാനമാണ് നമ്മുടെ മുന്നിലുള്ളത്? ആരാണ് മെറിറ്റിൽ കയറിയത്, ആരാണ് അനർഹരായി കയറിയിരിക്കുന്നത് എന്ന് എങ്ങനെ വേർതിരിച്ചെടുക്കാനാണ് ഈ പറയുന്ന ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾക്കിടയിൽ നിന്ന്? സത്യത്തിൽ വളരെ സങ്കടകരവും ലജ്ജാകരവുമായ സാഹചര്യത്തെയാണ് ഞങ്ങൾ പോലും അധ്യാപകർ പോലും ഫേസ് ചെയ്യുന്നത്. കഴിഞ്ഞ മാസം 5-ാം തീയതിയാണ് നീറ്റ് എക്സാമിനേഷൻ നടക്കുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, അത് കഴിഞ്ഞ് 6-ാം തീയതി 9.5 ലക്ഷം കുട്ടികളുള്ള സൈലത്തിൻ്റെ നീറ്റ് ചാനലിനകത്ത് വന്ന് ആ കുട്ടികളെ അഭിസംബോധന ചെയ്ത് ഞാൻ സംസാരിക്കുമ്പോൾ അതിനിട്ട തംബ്നെയിൽ ഞങ്ങളുടെ കുട്ടികളെ ദയവായി NTA പീഡിപ്പിക്കരുത് എന്നായിരുന്നു. NTA എന്താണ് പരീക്ഷാ നടത്തിപ്പിൻ്റെ ദിവസം കുഞ്ഞുങ്ങളോട് ചെയ്തത്? പലയിടങ്ങളിലും പരീക്ഷ വൈകി നടക്കുന്നു. പ്രത്യേകിച്ച് ഒരു ട്രെയിനിങ്ങുമില്ലാതെ ഇത്ര കോടി രൂപ ചെലവഴിക്കപ്പെട്ട ഒരു പരീക്ഷ NTA നടത്തുന്നു. ഒരു എക്സാമിനേഴ്സിനും ഒരു ട്രെയിനിങ്ങും NTA കൊടുക്കുന്നില്ല. 10-13 പ്രാദേശിക ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. നേരത്തെ നമ്മളുടെ കൂട്ടത്തിലൊരു അതിഥി അത് പറഞ്ഞു. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോലും NTAക്ക് ഒരു സ്ഥിരം സമിതിയില്ല. എല്ലാ വർഷവും ക്വസ്റ്റ്യൻ പേപ്പർ തർജ്ജമ ചെയ്യാൻ വേണ്ടി വാടകയ്ക്കെടുക്കുകയാണ് NTA ഉദ്യോഗസ്ഥരെ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ചോരാനുള്ള സംവിധാനം അതിനകത്ത് തന്നെ ഇൻബിൽട്ടായി കിടപ്പുണ്ട്. 1563 പേർക്ക് ഗ്രേസ് മാർക്ക് കൊടുത്തു എന്ന് NTA സമ്മതിക്കുന്നു. ആരോപണം ഉയർന്നതിന് ശേഷം ഗ്രേസ് മാർക്ക് ക്യാൻസൽ ചെയ്തത് കോടതിയല്ല, NTAയുടെ തന്നെ ഇന്റേണൽ ഓഡിറ്റിംഗ് സമിതിക്ക് അത് ക്യാൻസൽ ചെയ്യേണ്ടി വരുന്നു. അതായത് ഗ്രേസ് മാർക്ക് കൊടുത്തത് തെറ്റായിപ്പോയി എന്ന് സമ്മതിക്കുന്നു. വൈകി പരീക്ഷ നടത്തിയാൽ ഗ്രേസ് മാർക്ക് കൊടുക്കാമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് മുൻകാലത്ത്. നമ്മൾ പറയുന്നു, എങ്ങനെയാണ് പരീക്ഷ വൈകുക? രാജ്യത്തെ പല മത്സര പരീക്ഷകളും നടക്കുന്നത് കമ്പ്യൂട്ടർ മോഡിലാണ്. ഇന്റർനെറ്റ് അവൈലബിലിറ്റിയുടെ പ്രശ്നം കൊണ്ട്, കമ്പ്യൂട്ടറിന്റെ തകരാറ് കൊണ്ട്, ചില എക്സാമിനേഷൻ സെന്ററുകളിൽ വരാവുന്ന സാങ്കേതിക പിഴവുകൾ എക്സാമിനേഷൻ വൈകി നടക്കാൻ കാരണമായാൽ ആ സാങ്കേതിക പിഴവിന് ഗ്രേസ് മാർക്ക് കൊടുക്കണം എന്ന നിരീക്ഷണത്തിൽ യുക്തിയുണ്ട്. ഇവിടെ എങ്ങനെയാണ് സാങ്കേതിക പിഴവ് വരിക? ക്വസ്റ്റ്യൻ പേപ്പർ മുൻകൂട്ടി എത്തിക്കുന്ന, OMR ഷീറ്റ് മുൻകൂട്ടി എത്തിക്കുന്ന, മുൻകൂട്ടി എക്സാമിനേഴ്സ് ക്ലാസ്സിൽ കയറുന്ന, മുൻകൂട്ടി വിദ്യാർത്ഥികൾ പരീക്ഷയുടെ 1 മണിക്കൂർ നേരത്തെയെങ്കിലും സെന്ററുകളിൽ കയറിയിരിക്കുന്ന പരീക്ഷ എങ്ങനെയാണ് വൈകി നടത്താൻ കഴിയുക? ഞാൻ പറഞ്ഞു 6-ാം തീയതി ഞങ്ങൾക്ക് ഇത് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ കുട്ടികളെ അഭിസംബോധന ചെയ്യേണ്ടി വന്നു. അതിനുശേഷം ഈ മാസം 4-ാം തീയതി റിസൾട്ട് വരുന്നു. 1 മാസം കഴിഞ്ഞ് റിസൾട്ട് വരുന്നു. റിസൾട്ട് വന്ന് 5-ാം തീയതിയും കഴിഞ്ഞ് 6-ാം തീയതി ഇന്ത്യയിൽ ആദ്യമായി ഒരു പത്രസമ്മേളനം വിളിച്ചത് സൈലമാണ്. മാതൃഭൂമി ഉൾപ്പെടെയുള്ള മുഴുവൻ മാധ്യമ പ്രവർത്തകരെയും ഞങ്ങൾ വിളിച്ചു ചേർത്ത് അവരോട് ഞങ്ങൾ പറഞ്ഞു, ഇന്ത്യയിൽ ആദ്യമായി ഈ പുകമറകൾ ഉണ്ടാവുന്നതിന് മുമ്പേ, ഈ ആരോപണങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ സമ്പൂർണ്ണമായ തിരിമറികൾ നടന്നിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ കുട്ടികൾ അങ്ങേയറ്റം നിരാശരാണ്, അവർ വിഷമിക്കുകയാണ്, അവരുടെ മെറിറ്റ് അട്ടിമറിക്കപ്പെട്ടു എന്നവർ വിചാരിക്കുന്നുണ്ട്. നീറ്റ് എക്സാമിനേഷൻ നടക്കുന്നതിൻ്റെ 1 മാസം മുമ്പ് ഇറങ്ങിയ ഔട്ട്ലുക്കിൻ്റെ കവർ സ്റ്റോറി മാധു ഒന്ന് നോക്കണം. ആ കവർ സ്റ്റോറി കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഈ ഇൻഡസ്ട്രിയിൽ ചോര വീണതിൻ്റെ കഥയാണ് ഔട്ട്ലുക്ക് 1 മാസം മുമ്പേ. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ സ്ട്രെസ്സ് താങ്ങാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന സങ്കടങ്ങളെയാണ് ഔട്ട്ലുക്ക് ഒരു കവർ സ്റ്റോറിയിലൂടെ പ്രസിദ്ധീകരിച്ചത്. ആ ഒരു സാഹചര്യം ഒരറ്റത്ത് കിടപ്പുണ്ട്. കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം, കുട്ടികൾ അവരുടെ ജീവിതത്തിലുടനീളം ട്രോമകൾ പേറി ജീവിക്കേണ്ടി വരുന്ന സാഹചര്യം, ഇതൊക്കെയുള്ള ഒരു പരീക്ഷയാണ്. അതിനിടയിൽ ആരുകൂടിയാണ് മാധു ഇപ്പോൾ ചോദിച്ച പോലെ സംശയത്തിലേക്ക് പോകുന്നത്? 705ഉം 711ഉം 700 മാർക്കുമൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചു വാങ്ങിയ മെറിറ്റുള്ള ക്വാളിറ്റിയുള്ള കുട്ടികൾ കൂടെ സംശയത്തിലാണ്. അവരെ കൂടെ ആളുകൾ നോക്കുന്നത് വല്ലാത്തൊരു നോട്ടമാണ്. അവരുടെ കൂടെ മെറിറ്റാണ് അട്ടിമറിക്കപ്പെടുന്നത്. വലിയ മാർക്ക് കഷ്ടപ്പെട്ട് പഠിച്ചു വാങ്ങിയ കുട്ടികൾ പോലും സങ്കടത്തിലാണ്.
അവർക്കിടയിലേക്ക് ഒരു മെറിറ്റുമില്ലാത്ത ആളുകൾ തിരികെ കയറി വരുമ്പോൾ ഞാനാണോ ഇയാളാണോ കുറ്റവാളി എന്ന് തെളിയിക്കേണ്ട ബാധ്യത ഇവിടെ മെറിറ്റുള്ള ഒരു കുട്ടിക്ക് സംഭവിക്കുകയാണ്. ഇവരെങ്ങനെയാണ് ഈ രാജ്യത്തെ പൊതുപരീക്ഷയെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോവേണ്ടത് എന്നൊരു വലിയ ചോദ്യം നമ്മളുടെ മുമ്പിൽ വരുന്നുണ്ട്. ഇനി കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ച് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് സത്യത്തിൽ ഈ ഒരു ഇൻഡസ്ട്രി, ഇത്തരം കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനുകളുമായി ബന്ധപ്പെട്ട് ഇൻഡസ്ട്രി ഇന്ത്യയിൽ ഫേസ് ചെയ്യുന്നത്. ഞങ്ങളുടെ മുമ്പിലേക്ക് അഡ്മിഷൻ എടുത്ത് കയറി വരുന്ന കുട്ടികളുടെ ഈ വർഷത്തെ മാർക്ക് ഞാൻ പറയാം. സൈലത്തിന്റെ മുമ്പിലേക്ക് 600 മാർക്ക്, 610 മാർക്ക്, 630 മാർക്ക്. ഇന്നലെ 550 കുട്ടികൾ ഒരു ബാച്ചിൽ വന്നു ചേർന്നത് എല്ലാം 600 മാർക്കിന് മുകളിലാണ്. ഒരു സന്തോഷത്തോടെയും ഒരു ബിസിനസ് താല്പര്യത്തോടെയും അല്ല ഞങ്ങൾ അവരെ നോക്കിക്കാണുന്നത്. അങ്ങേയറ്റത്തെ ദുഃഖത്തോടെ, അവരെ ഫേസ് ചെയ്യാനുള്ള സങ്കടത്തോടെ, കുറ്റബോധത്തോടെ തലകുനിച്ചുകൊണ്ട് ഞങ്ങൾ കാണുകയാണ് 100 കുട്ടികൾ വീണ്ടും പഠിക്കാൻ വേണ്ടി വരികയാണ്. ഈ വർഷത്തെ എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യേണ്ടിയിരുന്ന, ചരിത്രപരമായി ആ കിട്ടിയ മാർക്ക് കൊണ്ട് ക്വാളിഫൈ ചെയ്തിരുന്ന കുട്ടികൾ അവർക്ക് ഈ വർഷം കിട്ടാത്തതിൻ്റെ സകലമാന സങ്കടവും പേറി വീണ്ടും കോച്ചിങ് സെന്ററിലേക്ക് വരികയാണ്. എനിക്ക് അറിഞ്ഞുകൂടാ കോച്ചിങ് സെന്ററുകൾക്ക് സന്തോഷത്തോടുകൂടി അവരെ ഫേസ് ചെയ്യാൻ കഴിയുമോ എന്ന്. വ്യക്തിപരമായി എനിക്ക് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷന് അവരെ സന്തോഷത്തോടുകൂടെ ഫേസ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്ത്യയിൽ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ട്. ചരിത്രപരമായി 10, 30, 40 വർഷത്തെ ചരിത്രമുള്ള വലിയ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ കണ്ട രാജ്യമാണിത്. ഈ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കെല്ലാം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ വേണ്ടി പറ്റണം. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശക്തമായി കോടതിയിൽ കേസ് പറയാൻ വേണ്ടി പറ്റണം. സുപ്രീം കോടതിയുടെ അവധിക്കാല ബെഞ്ചിനു മുമ്പിൽ സുപ്രീം കോടതിയിലെ സീനിയർ അഡ്വക്കേറ്റ്സുമാരെല്ലാം അവധിക്ക് പിരിഞ്ഞ ഒരു സമയത്ത് ദുർബലരായ അഡ്വക്കേറ്റ്സുമാർ മാത്രം ചെറിയ ഫീസിൽ ഹാജരായി പിരിയേണ്ട, ചർച്ച ചെയ്തു പിരിയേണ്ട ഒരു കേസായി ഈ കേസ് മാറരുത്. ഇത് ഈ രാജ്യത്തിന്റെ ശരി. ഏതാണ്ട് 240 കോടിയോളം NTA ഫീസ് ഇനത്തിൽ അടച്ച് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥി സമൂഹത്തിനോട് നേരെയാണ് ഈ പറയുന്ന വലിയ അനീതി ഉണ്ടായിരിക്കുന്നത് എന്നൊരു ചോദ്യമാണ്. ആ പണം ലീഗലാണ്, അതിനപ്പുറത്തേക്ക് ഡാർക്ക് നെറ്റിൽ വിൽപ്പനയ്ക്ക് വെച്ച് തൂക്കി വാങ്ങിയ നോട്ടുകെട്ടുകൾ എത്രയാണ് എന്ന ചോദ്യമാണ് രാജ്യം ഈ ഏജൻസിയോട്, സർക്കാരിനോടൊക്കെ ചോദിക്കുന്നത്. അതിന് മറുപടി പറയാനുള്ള ബാധ്യതയും. ഇടവേളയ്ക്ക് ശേഷം വരാം. ശ്രീ യുവരാജ് ഗോഖലെ, വിദ്യാഭ്യാസ മേഖലയിൽ സംഘപരിവാർ വൽക്കരണം എന്ന ആരോപണം ഏറ്റവും ശക്തമായി കേൾക്കുന്നുണ്ട് BJP. കേരളത്തിൽ അത് വലിയ ശബ്ദത്തിൽ കേൾക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കച്ചവടവൽക്കരണം എന്നൊരു ആരോപണം കൂടി ഉണ്ടാകുകയാണ്. വ്യാപം അഴിമതി ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് വിശ്വാസയോഗ്യമായ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തത്? ഈ വ്യാപം അഴിമതിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മധ്യപ്രദേശിൽ ഏതാണ്ട് 1 കൊല്ലം കോൺഗ്രസ് ഭരിച്ചത്. എന്തെങ്കിലും സാധനം അവർക്ക് പുറത്ത് കണ്ടെത്താനോ കൊണ്ടുവരാനോ വേണ്ടിയിട്ട് സാധിച്ചോ? ഇല്ലല്ലോ. ഇതൊക്കെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും പലതരത്തിൽ സംഭവിക്കുന്നുണ്ട്. ദൗർഭാഗ്യകരമാണ്, ഇല്ലാന്നൊന്നും പറയുന്നില്ല. അശോക് ഗെഹ്ലോട്ട് ഗവൺമെൻറ് ഭരിച്ചിരുന്ന കാലം, രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയം പറയേണ്ടി വരുന്നതാണ്. രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ട് ഗവൺമെൻറ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്തുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയെ കുറിച്ചിട്ട് കോൺഗ്രസിന് എന്താണ് പറയാനുള്ളത്, പ്രതിപക്ഷത്തിന് എന്താണ് പറയാനുള്ളത്? പിന്നെ അല്ലല്ലോ, ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ശ്രീ വസീഫ് ഇവിടെ ഇരുന്നുകൊണ്ട് ബാക്കി എന്തൊക്കെയോ പറയുകയാണ്. എന്താണ് പരീക്ഷയിൽ സംഘപരിവാർ അനുകൂലം എന്തോ ചോദ്യം വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ PSC പരീക്ഷയിൽ ശബരിമലയിൽ ആദ്യമായി കയറി യുവതികൾ ആരെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു വിഭാഗത്തിനെ പ്രകോപിപ്പിക്കുന്ന തലത്തിൽ രാഷ്ട്രീയം കുത്തിക്കയറ്റി ചോദ്യ പേപ്പറിലേക്ക് രാഷ്ട്രീയം കടത്തിക്കൊണ്ടുവന്ന ആരാണെന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടും ഒക്കെ കേരളത്തിലിരിക്കുന്ന ആൾക്കാർക്ക് നല്ല ധാരണയുണ്ട്. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, ഞാനൊന്ന് ഇത്രയും പേര് സംസാരിക്കുമ്പോൾ ഞാൻ മിണ്ടാതിരുന്ന് കേൾക്കുകയാണല്ലോ. എന്നെ സംസാരിക്കാൻ ഞാൻ അദ്ദേഹം രാഷ്ട്രീയം പറഞ്ഞു, രാഷ്ട്രീയത്തിൽ തിരിച്ചു മറുപടി പറയണം. അല്ലല്ല, രാഷ്ട്രീയം പറയണം. രാഷ്ട്രീയം പറയുമ്പോൾ രാഷ്ട്രീയമായിട്ട് തന്നെ തിരിച്ചു മറുപടി പറയണം. രാഷ്ട്രീയം പറഞ്ഞതിന് തിരിച്ച് രാഷ്ട്രീയമായി തന്നെ മറുപടി പറയണം. പറഞ്ഞ മറുപടിയിൽ നിന്നാണ് ശ്രീ യുവരാജ് ഞാൻ ചോദിച്ചത്. ഇപ്പോ കേരള PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ രാഷ്ട്രീയവും അല്ലെങ്കിൽ സാമുദായികവുമായ പരാമർശം ഉണ്ടായത് കേരളത്തിലെ ലെഫ്റ്റ് ഗവൺമെന്റ് ഉത്തരവാദിത്വമാണെന്ന് അങ്ങ് ആരോപിക്കുകയാണെങ്കിൽ NTAയുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം അങ്ങ് ഏറ്റെടുത്തുകൊണ്ടായിരിക്കും അല്ലേ? കൾച്ചറൽ മിനിസ്ട്രിയുടെ കൾച്ചറൽ വിഭാഗത്തിലുള്ള ചോദ്യത്തിൽ പിന്നെ കൾച്ചറൽ ഭാഗത്ത് നിന്നല്ലാണ്ട്, ഭാരതത്തിന്റെ കൾച്ചറൽ ഭാഗത്ത് നിന്നല്ലാണ്ട് പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയെ കുറിച്ച് ചോദ്യം ചോദിക്കാൻ പറ്റും? അത് രാഷ്ട്രീയമാണെന്ന് കൊണ്ടുവന്ന ഒരു വിഷയം ഞാൻ ചൂണ്ടിക്കാണിച്ചതുള്ളൂ. രണ്ടാമത്തെ കാര്യം ഉത്തരവാദിത്തം ഇടത് സർക്കാരിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ടായിരിക്കുമല്ലോ അല്ലേ? അല്ലാണ്ട് പിന്നെ ഞാൻ ഏറ്റെടുക്കുന്നു എന്നല്ലേ ഞാൻ ആദ്യം മുതലേ പറയുന്നത്. അല്ലാണ്ട് ഞങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്ന് പറഞ്ഞു ഇല്ലല്ലോ. ധാർമ്മികമായി ഏറ്റെടുത്ത് വെറുതെ ഇരുന്നാൽ പോലെ. അപ്പൊ നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു? നടപടിയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. CBI അന്വേഷണം നടക്കുന്നുണ്ട്. കുറ്റക്കാരെ കണ്ടെത്തും. വളരെ കൃത്യമായിട്ട് എല്ലാവർക്കുമെതിരെ കർശനമായ നടപടിയുണ്ടാകും. ഒരു തരത്തിലുള്ള സംശയം ഉണ്ടാവില്ല. ഈ വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് തൃശങ്കു സ്വർഗത്തിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളോട് CBI അന്വേഷിച്ച്
25 വർഷക്കാലത്തിന് ശേഷം നടപടിയെടുക്കട്ടെ എന്നുള്ള മറുപടിയാണോ അത് നിങ്ങളുടെ 25 വർഷക്കാലം ഒന്നും നടക്കുന്ന അന്വേഷണം നടക്കുന്ന കാലമൊക്കെ പോയി മാധു. വളരെ പെട്ടെന്ന് തന്നെ നടപടി ഉണ്ടാകും. വളരെ കൃത്യമായിട്ട് തന്നെ നീതി പറയുന്ന ഡാർക്ക് നെറ്റ് അല്ലേ? മാത്രമേ നാട്ടിലുണ്ടാവുകയുള്ളൂ. ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞ പോലെ അത് നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടാണ്. നീറ്റിൽ നിങ്ങൾ എന്ത് നടപടിയെടുത്തു? നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് വളരെ കൃത്യമായിട്ട് അന്വേഷണം നടക്കുന്നുണ്ട്. എവിടെ എന്താണ് പാളിച്ചാന്ന് നോക്കും. കോടതിയുടെ ഡയറക്ഷനും കൂടി വരേണ്ടതുണ്ട്. അതിനനുസരിച്ചിട്ട് ഒന്നും ചെയ്യാനില്ല എന്ന് ഉറപ്പിൽ പറയാൻ കഴിയുന്ന ഒറ്റ കാര്യം മാത്രമാണ് ഈ സർക്കാർ നടപടി ചട്ടപ്രകാരം നടക്കും എന്നുള്ള ഉത്തരം. അത് പോരാതെ വരും കേരളത്തിൽ, അല്ല അത് പോരാതെ വരും രാജ്യത്തെ യുവതയ്ക്ക് മുന്നിൽ. അത് പോരാതെ വരും. എന്തെങ്കിലും ഒരു കാലത്ത് പരിഹാരം ഉണ്ടാക്കാമെന്ന മറുപടിയല്ല വിദ്യാർത്ഥികൾക്ക് വേണ്ടത്. ഗ്രേസ് മാർക്ക് മാത്രമല്ല, ചോദ്യപേപ്പർ ചോർന്നത് വേറെ ചെറിയ ചോദ്യപേപ്പർ ചേർന്ന് ചെറിയ കാര്യമാണോ? മാർക്ക് കൊടുത്തിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളുടെയും അവർക്ക് മന്ത്രിയുടെ സർക്കാരിന്റെ ഇടപെടലല്ല, കോടതിയുടെ ഇടപെടൽ മൂലമാണ്. സമയം പൂർണ്ണമായും പൂർത്തിയാവുകയാണ്. അങ്ങനെ തോന്നുമ്പോൾ ഗ്രേസ് മാർക്ക് കൊടുക്കുക, തോന്നുമ്പോൾ അത് പിൻവലിക്കുക, ഗ്രേസ് മാർക്ക് കൊടുക്കുക, ചോദ്യപേപ്പർ ചോർത്തുക. ഇതൊക്കെ രാജ്യത്ത് നടപ്പിലാക്കാൻ കഴിയുന്ന സംവിധാനത്തെയാണ് ജനങ്ങൾ ചോദ്യം ചെയ്യുന്നത്. വളരെ പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും